ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കേൾക്കാം മിസ്സേ. ഓക്കെ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ. കാണാം. അപ്പോൾ നമ്മുടെ വാട്ടർ റിസോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ ഇറിഗേഷനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ. എന്താണ് ഇറിഗേഷൻ എന്നുള്ളത്? എന്താണ് ഇറിഗേഷൻ എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ ടു ദ ലാൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് റേസിംഗ് ക്രോപ്സ് നോട്ട് ടു ഒബ്റ്റെയിൻ മാക്സിമം ഈൽഡ് അല്ലെ. ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഇറിഗേഷൻ എന്ന് പറയുന്നത്. എന്തിനാ നമുക്കറിയാം പല സ്ഥലങ്ങളിലും എന്തായിരിക്കും എൻ്റെ ആവശ്യകത, എന്തായിരിക്കും നെസസറി, എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് വെള്ളം കൊടുക്കുന്നത്? നമുക്കറിയാം നോൺ യൂണിഫോം റെയിൻഫോൾ ആയിരിക്കാം അല്ലെ, നോൺ യൂണിഫോം ആയിരിക്കത്തില്ല. പിന്നെ ചില ക്രോപ്സിന് കൂടുതൽ വാട്ടർ ചില സമയത്ത് വേണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നെ ഒരു ചെറിയ ചില ചെടികൾ നട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അതിന്റെ അതിന്റെ എന്താ നടുമ്പോഴായിരിക്കും കൂടുതൽ വെള്ളം വേണ്ടത്. ചിലതിന് അതിന്റെ ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈം ആകുമ്പോഴായിരിക്കും വെള്ളം വേണ്ടത്, കൂടുതൽ വെള്ളം വേണ്ടത്. അങ്ങനെയുള്ള കേസിലൊന്നും യൂണിഫോം ആയിട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ റെയിൻഫോൾ പ്രോപ്പർ ഇൻആഡ്വക്കേറ്റ് റെയിൻഫോൾ ആയിരിക്കാം ആ ഏരിയയിൽ. അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ വെള്ളം ചെടികൾക്ക് കൊടുക്കണം. ആ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുക്കുന്ന തന്നെയാണ് നമ്മൾ പറയുക ഇറിഗേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി അപ്പൊ അതാണ് ശരിക്കും നെസസിറ്റി ഓഫ് ഇറിഗേഷൻ. എന്തിനാണ് നമുക്ക് ഇറിഗേഷൻ നടത്തുന്നതിന്റെ ആവശ്യകത? അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് ഇന്നായിരിക്കും റെയിൻഫോൾ, പ്രോപ്പർ റെയിൻഫോൾ ഉണ്ടാവത്തില്ല, നോൺ യൂണിഫോം ആയിട്ടുള്ള റെയിൻഫോൾ ആയിരിക്കാം. പിന്നെ ചില സമയത്ത് ഗ്രോയിങ് ക്യാഷ് ക്രോപ്സ്, അതായത് ഷുഗർ കെയിൻ പോലത്തെ ക്രോപ്സിന് ഒരുപാട് എക്സ്ട്രാ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഗ്രോയിങ് ലാർജ് നമ്പർ ഓഫ് ക്രോപ്സ്, ഒരു ഏരിയ തന്നെ ഒരുപാട് ക്രോപ്സ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഇറിഗേഷൻ ആവശ്യമുണ്ട്. അപ്പൊ ഒരു ഏരിയയിൽ നമ്മൾ കുറെ കൾട്ടിവേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കൊണ്ട് മാത്രം അതിന് വളരാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ വെള്ളം കൊടുക്കും. ആക്ച്വലി ഇങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് വെള്ളം കൊടുത്തു കഴിയുമ്പോൾ ഒത്തിരി വെള്ളം, അതായത് എക്സസ് ഇറിഗേഷൻ, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഒരു ക്രോപ്സിന് കൊടുത്തു കഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രശ്നം? നമുക്കറിയാം എക്സസ് ഇറിഗേഷൻ കോസസ് വാട്ടർ ലോഗിങ്, വെള്ളം അവിടെ കെട്ടിക്കിടക്കും. വെള്ളം കെട്ടിക്കിടന്നുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ? നമുക്കറിയാം നമ്മുടെ ചെടിയുടെ റൂട്ട് ചീയും, ഡീകേ ഓഫ് ദ റൂട്ട്സ്. ചെടിയുടെ റൂട്ട് ചീഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ചെടിയുടെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യും. മാത്രമല്ല ചെടിയുടെ റൂട്ട് ഡീകേ ആയി കഴിഞ്ഞാൽ മോസ്കിറ്റോ ബ്രീഡിങ്ങും ഉണ്ടാവും. ഇതെല്ലാമാണ് ഇൽ എഫക്ട്സ് ഓഫ് ഇറിഗേഷൻ, എക്സസ് ഇറിഗേഷൻ. ഇറിഗേഷൻ ഒരുപാട് നമ്മൾ ചെയ്ത് എക്സസ് ആയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് വെള്ളം കൊടുക്കുന്നതിനെയാണല്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എക്സസ് ആയിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ചെടിക്ക് ആവശ്യത്തിലുള്ള വെള്ളം കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, ഇനി നമുക്കൊരു ബെനിഫിറ്റ്സ് ഓഫ് ഇറിഗേഷൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇറിഗേഷന്റെ ബെനിഫിറ്റ്സ് നമുക്കറിയാം. മെയിൻ ബെനിഫിറ്റ് എന്താണ്? ശരിക്കും ഇറിഗേഷന്റെ മെയിൻ ബെനിഫിറ്റ് എന്താ? ഈൽഡ് കൂട്ടുക എന്നുള്ളതാണ്. ഈൽഡ് കൂട്ടിയാൽ ആർക്കൊക്കെ പ്രയോജനം? ഫാർമേഴ്സിന് പ്രയോജനമുണ്ട്. ലിവിങ് സ്റ്റാൻഡേർഡ് കൂടും. ലിവിങ് സ്റ്റാൻഡേർഡ് കൂടിയാൽ എന്താ പ്രയോജനമുള്ളത്? നമ്മുടെ ആ ഏരിയ തന്നെ ഡെവലപ്പ് ആവും. ഏരിയ ഡെവലപ്പ് ആയാൽ എന്താ? കൺട്രി ഡെവലപ്പ് ആവും. കൺട്രി ഡെവലപ്പ് ആയാൽ ഗ്രോയിങ് ലാർജ് നമ്പർ ഓഫ് ക്യാഷ് ക്രോപ്സ്, പിന്നെ അതുപോലത്തെ ക്രോപ്സ് കൾട്ടിവേഷൻ നടക്കും. അത് എല്ലാം കൾട്ടിവേഷൻ നടത്തുന്നുണ്ട്. ലിവിങ് സ്റ്റാൻഡേർഡ്, അവിടുത്തെ ആളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടും. ലിവിങ് സ്റ്റാൻഡേർഡ് കൂടിയാൽ എന്താ? ഹൈഡ്രോ പവർ, ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജും അങ്ങനത്തെ പവർ ജനറേഷൻ അങ്ങനത്തെ കാര്യങ്ങളിനകത്തെല്ലാം
കാര്യങ്ങളെല്ലാം നടക്കും. ഇതെല്ലാം ജസ്റ്റ് ഇറിഗേഷനെ കുറിച്ച്. എന്താണ് ഇറിഗേഷൻ, എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ്, എന്താണ് ഇൽ എഫക്ട്സ് എന്നുള്ളത് ജസ്റ്റ് ഇങ്ങ് പറഞ്ഞു എന്നുള്ളൂ. ഇറിഗേഷൻ എന്താണ്, അതിന്റെ എന്തിനാണ്, അതിന്റെ ആവശ്യകത എന്തിനാണ് നമ്മൾ ഇറിഗേഷൻ നടത്തുന്നത്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഇൽ എഫക്ട്സ് എന്തൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നു എന്നുള്ളൂ. ഇതിനകത്തുള്ള ടോപ്പിക്, മെയിൻ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറിഗേഷന്റെ ഇതാണ്, ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പറയാൻ പോണത്. മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനും ടൈപ്സ് ഓഫ് ഇറിഗേഷൻ സിസ്റ്റം. ഇറിഗേഷൻ സിസ്റ്റത്തെ നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ഇറിഗേഷനെ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ്, ബേസ്ഡ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് വാട്ടറിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഫ്ലോ ഇറിഗേഷൻ സിസ്റ്റം എന്നും ലിഫ്റ്റ് ഇറിഗേഷൻ സിസ്റ്റം എന്നും ആണ് നമ്മൾ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഓക്കെ. ഇനി എന്താണ് ഫ്ലോ ഇറിഗേഷൻ സിസ്റ്റം? എപ്പോഴായിരിക്കും, എന്താണ് ലിഫ്റ്റ് ഇറിഗേഷൻ സിസ്റ്റം? ഫ്ലോ ഇറിഗേഷൻ നമുക്കറിയാം, ഫ്ലോ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും സംഭവിക്കുക? എപ്പോഴും ഹൈ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക്, അന്ന് മാത്രമേ അവിടെ ഫ്ലോ, ഗ്രാവിറ്റി വഴി ഫ്ലോ നടക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഇറിഗേഷൻ സിസ്റ്റത്തിനാണ് നമ്മൾ ഫ്ലോ ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇറിഗേറ്റ് ചെയ്യേണ്ട ലാൻഡ് താഴെയും വെള്ളത്തിന്റെ സോഴ്സ് മേളിലുമാണെങ്കിൽ, വെള്ളം എങ്ങനെയും ഹയർ എലിവേഷനിലും ഇറിഗേറ്റ് ചെയ്യുന്ന ലാൻഡ് താഴത്തെ ലോവർ എലിവേഷനിലും ആണ് എങ്കിൽ ഫ്ലോ ഇറിഗേഷൻ ആയിരിക്കും അല്ലെ? അങ്ങനെയുള്ള ഇറിഗേഷനെയാണ് നമ്മൾ പറയുന്നത് ഫ്ലോ ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ലിഫ്റ്റ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ലിഫ്റ്റ് ചെയ്യണം അല്ലെ? അതായത് വെള്ളത്തിന്റെ സോഴ്സ് താഴെയും എവിടെയാണോ ഇറിഗേറ്റ് ചെയ്യുന്നത് അതിന്റെ ഇറിഗേറ്റ് ചെയ്യേണ്ട സ്ഥലം മേളിലും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം എന്ത് ചെയ്യും? നമ്മൾ കിണറിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കത്തില്ലയോ? അതായത് വെള്ളത്തിന്റെ സോഴ്സ് താഴെയാണ്, ഇറിഗേറ്റ് ചെയ്യേണ്ട സ്ഥലം മേളിലാണ്. അതിനാണ് നമ്മൾ പറയുന്നത് ലിഫ്റ്റ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറയും. ഇനി അതുപോലെ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്തിന്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തേ? ബേസ്ഡ് ഓൺ വാട്ടറിന്റെ അവൈലബിലിറ്റി. വാട്ടർ ഹയർ എലിവേഷനിലാണെങ്കിൽ നമ്മൾ അതിനെ ഫ്ലോ ഇറിഗേഷൻ സിസ്റ്റം, ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കാരണമാണ് ഫ്ലോ ഇറിഗേഷൻ സിസ്റ്റം ഉണ്ടാവുന്നത്. ഇനി ലിഫ്റ്റ് ഇറിഗേഷൻ എന്താ? വാട്ടറിന്റെ സോഴ്സ് എവിടെയായിരിക്കും? താഴെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ പമ്പ് ചെയ്തെടുക്കോ, വെള്ളം കോരി എടുക്കോ, അങ്ങനെ ചെയ്ത് നടത്തുന്ന ഇറിഗേഷൻ സിസ്റ്റം, ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്ന ഇറിഗേഷൻ സിസ്റ്റം, വാട്ടർ അപ്ലിക്കേഷനാണ് നമ്മൾ പറയുക ലിഫ്റ്റ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത, ബേസ്ഡ് ഓൺ ദ ഡ്യൂറേഷൻ ഓഫ് ഇറിഗേഷൻ. ഇറിഗേഷന്റെ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡ്യൂറേഷൻ അനുസരിച്ച് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യാണ് ഇൻഅണ്ടേഷൻ ഇറിഗേഷൻ സിസ്റ്റം എന്നും പെരനിയൽ ഇറിഗേഷൻ സിസ്റ്റം എന്നും. നോക്കാം. In this type of irrigation system, inundation irrigation system, in this type of irrigation system, in which a large quantity of water flowing in a river is allowed to flood the land to be cultivated, thereby causing a thorough saturation of the land. The excess water is then drained off and the land is used for cultivation. Inundation irrigation system എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം എന്ത് ചെയ്യും? കുറെ ക്വാണ്ടിറ്റി വെള്ളം നമ്മൾ ഏത് സ്ഥലത്താണോ നമ്മൾ ഇറിഗേറ്റ് ചെയ്യേണ്ടത് ആ സ്ഥലത്തേക്ക് നമ്മൾ അങ്ങ് ഒഴുക്കി വിടും. അത് കഴിഞ്ഞിട്ട് ആ ലാൻഡ് കംപ്ലീറ്റ് ഒരു സാച്ചുറേഷൻ സ്റ്റേജ് ആവും. അത് എക്സസ് ആയിട്ടുള്ള വെള്ളം നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയും. എന്നിട്ട് ഈ ലാൻഡ് നമ്മൾ ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ഇൻഅണ്ടേഷൻ ഇറിഗേഷൻ സിസ്റ്റം എന്നാണ് നമ്മൾ പറയുക. അതായത് നമ്മൾ പറഞ്ഞു ഒരുപാട് വെള്ളം, അതിനകത്ത് ഒരു കൺട്രോൾ ഇല്ല, കുറെ വെള്ളം നമ്മൾ ഏത് സ്ഥലത്താണോ ഇറിഗേറ്റ് ചെയ്യേണ്ടത് ആ ഏരിയയിലേക്ക് ഒരു കൺട്രോളും ഇല്ലാതെ വെള്ളം ഫുൾ അങ്ങ് ഫ്ലഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് അവിടെ കൃഷി നടത്തുന്ന പ്രോസസ്സിനെയാണ് ഇൻഅണ്ടേഷൻ ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് പെരനിയൽ ഇറിഗേഷൻ സിസ്റ്റം. It is the type of irrigation in which irrigation water is supplied as per the crop required at regular intervals throughout the period from sowing to harvest of the crop. The water from the system of irrigation may be from rivers. Perennial system may be flow irrigation system or a lift irrigation system or combined of both system. Perennial irrigation system പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി അതും ഒരു കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ ആണ്. അത് എപ്പോഴൊക്കെയാണോ, അതായത് നമ്മൾ ആദ്യത്തെ ഇന്നണ്ടേഷൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ നമ്മൾ ആദ്യമേ തന്നെ കുറെ വെള്ളം ഒഴുക്കി കൺട്രോൾ ഇല്ലാതെ ചുമ്മാ വെള്ളം ഒഴുക്കി വിടുകയല്ല ചെയ്യുന്നത്. ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ഇന്റർവെൽസിൽ എന്തോരും ഓരോ ചെടിക്കും എന്തോരുമാണ് ആവശ്യം അതനുസരിച്ച്
നമ്മൾ വെള്ളം കൊടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് പറഞ്ഞത് പെരനിയൽ ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയാ. അതായത് ക്രോപ്പിന് ആ ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ക്രോപ്പിന് എന്തോരം ആവശ്യമുണ്ട് അതനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഇറിഗേഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ പറയാ പെരനിയൽ ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഇൻ ഇന്ത്യ എവിടെയായിരുന്നു എന്ന് അറിയോ? ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഇൻ ഇന്ത്യ അറിയോ? ഡാർജിലിംഗിലായിരുന്നു കേട്ടോ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഡാർജിലിംഗിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഏതിനകത്തായിരുന്നു അറിയോ? ഫസ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഏതായിരുന്നു എന്ന് അറിയോ? അറിയോ ഇറിഗേഷൻ പ്രോജക്റ്റ്? ഫസ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ദാമോദർ വാലി കോർപ്പറേഷൻ പ്രോജക്റ്റ് എന്ന് പറയും കേട്ടോ. അത് ചിലപ്പോഴേക്ക് അങ്ങനത്തെ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഇത് ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്തൊരു ഇതാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പഠിച്ച് എന്താണ് ഇറിഗേഷൻ, എന്താണ് ഇറിഗേഷന്റെ ആവശ്യകതകൾ, എന്താണ് ക്ലിയർ അല്ലായിരുന്നു. ദാമോദർ എന്തോ പറഞ്ഞല്ലോ. ദാമോദർ വാലി കോർപ്പറേഷൻ പ്രോജക്റ്റിന്റെ ഫസ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് അപ്പോ മറ്റേ ഡാർജിലിംഗ് പറഞ്ഞത് ഇന്ത്യയിലെ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ഇന്ത്യയിലെ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആയിരുന്നു ഡാർജിലിംഗിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇറിഗേഷൻ എന്താണ് ഇത്രയും മനസ്സിലാക്കുക. ആർട്ടിഫിഷ്യൽ ആയിട്ട് വെള്ളം കൊടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതിന്റെ നെസസിറ്റി, ആവശ്യകത, എന്തിനാണ് നമ്മൾ ഇറിഗേഷൻ നടത്തുന്നത്, എക്സസ് ഇറിഗേഷൻ ആയുള്ള പ്രശ്നം എന്തൊക്കെയായിരുന്നു, പിന്നെ എന്താ അതിന്റെ ബെനിഫിറ്റ്സ്. ഞാൻ ജസ്റ്റ് അത് ടച്ച് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ പിന്നെ ഇറിഗേഷന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഡ്യൂറേഷൻ അനുസരിച്ചും അതിന്റെ വാട്ടറിന്റെ അവൈലബിലിറ്റി അനുസരിച്ചും അല്ലെ. ലിഫ്റ്റ് ഇറിഗേഷൻ ഉണ്ടായിരുന്നു, ഫ്ലോ ഇറിഗേഷനും ഉണ്ടായിരുന്നു. മറ്റെന്തായിരുന്നു, ഡ്യൂറേഷൻ അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം. ഏതൊക്കെയായിരുന്നു? ഇന്നണ്ടേഷൻ ഇറിഗേഷൻ സിസ്റ്റം ഉണ്ട്, പെരനിയൽ ഇറിഗേഷൻ സിസ്റ്റം. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. അതാണ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ സിസ്റ്റം. ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇറിഗേഷനെ നമ്മൾ മെയിൻ ആയിട്ട് 4 ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, ആ ഇറിഗേഷന്റെ നമുക്ക് മെയിൻ ആയിട്ട് 4 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഒരു സെക്കൻഡ്. ഓക്കെ, ഇറിഗേഷനെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. സർഫസ് ഇറിഗേഷൻ സിസ്റ്റം, സബ് സർഫസ് ഇറിഗേഷൻ സിസ്റ്റം, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം, ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ അറിയാം എന്താണ് സർഫസ് ഇറിഗേഷൻ സിസ്റ്റം. സർഫസിൽ കൂടെ നമ്മൾ കൊടുക്കുന്ന ഇറിഗേഷൻ സിസ്റ്റത്തിന് സർഫസ് ഇറിഗേഷൻ എന്ന് പറയും. സബ് സർഫസ്, സോയിലിന്റെ തൊട്ട് താഴത്തേക്ക് നമ്മൾ ഇത് കൊടുക്കുന്നതിന് സബ് സർഫസ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയും. പിന്നുള്ള ഇറിഗേഷൻ സിസ്റ്റം സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറയും. പിന്നുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ആണ് അടുത്ത ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിനകത്ത് ഏറ്റവും ഇവാപ്പറേഷൻ ലോസും ഇതെല്ലാം കുറയ്ക്കുന്ന ഒന്നാണ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം. ഇതിനകത്ത് ഇവാപ്പറേഷൻ ലോസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ചിട്ട്. പക്ഷെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നമ്മുടെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിന് ഭയങ്കര കൂടുതലാണ്. പക്ഷെ അത് എന്താണ്, ഇവാപ്പറേഷൻ ലോസ്, വീഡ്സിന്റെ കൺട്രോൾ, ഇതെല്ലാം നമുക്ക് ചെയ്തു തരുന്നൊരു ഒരു സെക്കൻഡ്. സ്റ്റീവേ, ഒരു ഒച്ച കേട്ടു. ഓക്കെ, അതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. അപ്പൊ 4 രീതിയിലുള്ള ഇറിഗേഷൻ സിസ്റ്റം ആണ് നമുക്കുള്ളത്. എന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ സർഫസ് ഇറിഗേഷൻ സിസ്റ്റത്തെ നമ്മൾ മെയിൻ ആയിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ഫ്ലഡിംഗ് മെത്തേഡ്, ഫറോ മെത്തേഡ്, കോണ്ടൂർ ഫാമിംഗ്. ഫ്ലഡിംഗ് മെത്തേഡ് തന്നെ 2 രീതിയിലുണ്ട്. കൺട്രോൾഡ് ഫ്ലഡിംഗ് ഉണ്ട്, അൺകൺട്രോൾഡ് ഫ്ലഡിംഗ് ഉണ്ട്. ഇനി കൺട്രോൾഡ് ഫ്ലഡിങ്ങിനെ നമ്മൾ 6 ആയിട്ട് തരംതിരിക്കുകയാണ്. ഫ്രീ ഫ്ലഡിംഗ്, കോണ്ടൂർ ലാറ്ററൽ ഫ്ലഡിംഗ്, ബോർഡർ സ്ട്രിപ്പ് ഫ്ലഡിംഗ്, ചെക്ക് ബേസിൻ ഫ്ലഡിംഗ്, ബേസിൻ ഫ്ലഡിംഗ് ആൻഡ് സിക്സാക് മെത്തേഡ് ഓഫ് ഫ്ലഡിംഗ്. അപ്പൊ നമ്മൾ സർഫസ് ഇറിഗേഷനെയാണ് ഇതെല്ലാം ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് ഞാനൊരു എന്താണ് സർഫസ് ഇറിഗേഷൻ, എന്താ സബ് സർഫസ്, എന്താ സ്പ്രിംഗ്ലർ, എന്താ ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സർഫസ് ഇറിഗേഷൻ
എന്താണ് സർഫസ് ഇറിഗേഷൻ? ഈ പടം കാണാൻ പറ്റുന്നുണ്ടോ? പടം കാണാൻ പറ്റുന്നുണ്ടോ? കാണാമേ. ആ, സർഫസ് ഇറിഗേഷൻ അതിന്റെ വാക്കിൽ നമുക്കറിയാം, സർഫസിൽ കൂടെ വെള്ളം കൊടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അതായത് നമ്മളിങ്ങനെ നമുക്ക് കിട്ടുന്ന വെള്ളത്തെ നമ്മൾ ചുമ്മാ ഫ്ലഡഡ് ആയിട്ട് കൊടുക്കും. അതായത് പ്രത്യേകിച്ച് ഒരു കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ വെള്ളം സർഫസിൽ കൂടെ ഇങ്ങനെ ഫ്ലഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് സർഫസ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത സബ് സർഫസ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ഗ്രൗണ്ട് സർഫസിന്റെ താഴത്തേക്കടെ നമ്മൾ ആ റൂട്ട് സോണിന്റെ അതിക്കടെ ഒരു പൈപ്പ് പ്രൊവൈഡ് ചെയ്യും. ആ പൈപ്പ് നിങ്ങൾ ആ പടം കണ്ടറിയാം, പൈപ്പിനകത്ത് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടാവും, ഹോൾസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഡയറക്റ്റ് ആയിട്ട് അതിന്റെ റൂട്ടിലേക്ക് വെള്ളം കിട്ടാൻ പാകത്തിന് നമ്മൾ വെള്ളം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സബ് സർഫസ് ഇറിഗേഷൻ. സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയാം. അടുത്ത നമുക്കറിയാം സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, അല്ലെ? സ്പ്രേ ചെയ്ത് ഇത് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെയിൻ ഡ്രോപ്സ് പോലെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനകത്താണെങ്കിലും ഇവാപറേഷൻ ലോസ് മറ്റാദ്യത്തെ സർഫസ് ഇറിഗേഷന്റെ ബേസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഇവാപറേഷൻ ലോസ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ അധികം വേസ്റ്റേജ് ഓഫ് വാട്ടർ, ഇതിനകത്ത് ഒത്തിരി വാട്ടർ വേസ്റ്റേജ് ഒന്നും വരത്തില്ല. അടുത്തതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നിങ്ങളെ പടത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു നമ്മൾ പൈപ്സിനകത്ത് എന്ത് ചെയ്യും, നമ്മൾ ആ ഓരോ ചെടിക്കും ആവശ്യം റൂട്ടിലേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാൻ പാകത്തിന് നമ്മൾ വെള്ളം കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് പറഞ്ഞത് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ആ ഏരിയ മൊത്തം നനയ്ക്കൊന്നുമില്ല, ആ ചെടി കറസ്പോണ്ടിങ് ആ ചെടിയുടെ റൂട്ടിന്റെ അങ്ങോട്ടേക്ക് കിട്ടാൻ പാകത്തിന് മാത്രം വെള്ളം കൊടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഡ്രിപ്പ്. ഏറ്റവും നല്ലൊരു ഇറിഗേഷൻ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ആണ്. പക്ഷെ ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാരണം ഇങ്ങനെ നമ്മൾ പൈപ്സും ഒരുപാട് കണക്ഷൻസ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് ക്ലോഗിങ്, അതായത് ഇതിനകത്ത് ബ്ലോക്കേജ്, ഈ പൈപ്പിൽ ബ്ലോക്കേജ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഭയങ്കര കൂടുതലാണ്. ഒരുപാട് വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും, വീഡ്സ് കുറവായിരിക്കും, പിന്നെ കളകൾ കുറവായി. കാരണം എല്ലാ സ്ഥലത്തും നനവ് വരാത്തതുകൊണ്ട് ഇതിനകത്ത് കളകളൊക്കെ വളരെ കുറവായിരിക്കും. വാട്ടർ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇവാപറേഷൻ ലോസ് വളരെ കുറവായിരിക്കും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും യൂണിഫോമായിട്ട് വാട്ടർ, പിന്നെ അതിനകത്ത് അധികം ലേബറിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇനീഷ്യൽ കോസ്റ്റും കൂടുതലാണ്, മെയിൻ്റെനൻസ് കോസ്റ്റും കൂടുതലായിരിക്കും. പിന്നെ ഇതിനകത്ത് ഇതുണ്ടാവും, അത് ബ്ലോക്കേജ്, ഇതിന് ബ്ലോക്കേജുകൾ വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ നമ്മളിപ്പോ ഇത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 4 ഇറിഗേഷന്റെ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ, 4 മെത്തേഡാണ്: സർഫസ്, സബ് സർഫസ്, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. സർഫസ് ഇറിഗേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ലാൻഡിലേക്ക് സർഫസിയുടെ വെള്ളം കടത്തി വിടുക, ചുമ്മാ ഒഴുക്കി വിടുക, ഫ്ലഡ് ചെയ്ത് വിടുക, അതിനെയാണ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയാ. അടുത്ത നമ്മൾ പഠിച്ചു സബ് സർഫസ്, മണ്ണിന്റെ അടിക്കടെ നമ്മൾ ഇത് കൊടുക്കുന്നതിനെയാണ് സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയാം. സ്പ്രിംഗ്ലർ എന്ന് വെച്ചാൽ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത്, റെയിൻ ഡ്രോപ്സ് പോലെ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് വെള്ളം കൊടുക്കുന്നതിന് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം എന്നാണ് പറയാ. അടുത്ത ഡ്രിപ്പ് ഇറിഗേഷൻ, അതായത് ഓരോ ചെടിയുടെയും സെപ്പറേറ്റ് ആയിട്ട് വെള്ളം കൊടുക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ പറയാം ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയാം. ഇനി നമ്മൾ ഈ സർഫസ് ഇറിഗേഷനെ വീണ്ടും തരംതിരിക്കാൻ പോവാണ്. ഫ്ലഡിംഗ് മെത്തേഡ്, ഫറോ മെത്തേഡ്, കോണ്ടൂർ മെത്തേഡ്. അൺകൺട്രോൾഡ് ഫ്ലഡിംഗ് മെത്തേഡിന് കൺട്രോൾഡ് ഉണ്ട്, അൺകൺട്രോൾഡ് ഉണ്ട്. കൺട്രോൾ ഫ്ലഡിംഗ് നമ്മൾ ഫ്രീ ഫ്ലഡിംഗ്, കോണ്ടൂലാറ്റർ ഫ്ലഡിംഗ്, ബോർഡർ സ്ട്രിപ്പ്, ചെക്ക് ബേസിൻ, ബേസിൻ, സിക്സാഗ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. ജസ്റ്റ് എന്താ നമുക്ക് നോക്കാം. കൺട്രോൾഡ് ഫ്ലഡിംഗ്, ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കൺട്രോൾഡും അൺകൺട്രോൾഡും. Irrigation water is applied by spreading over the land to be with proper control on the flow of water and the quantity of water. കൺട്രോൾഡ് ഫ്ലഡ്, അതായത് നമ്മൾ സർഫസ് മെത്തേഡിനകത്തുള്ള രണ്ട് സർഫസ് മെത്തേഡ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുവാണ്. മെയിൻ ആയിട്ട് ഫ്ലഡിംഗ് മെത്തേഡ്, ഫറോ മെത്തേഡ്, മൂന്നായി ക്ലാസിഫൈ ചെയ്യാണ്: ഫ്ലഡിംഗ് മെത്തേഡ്, ഫറോ മെത്തേഡ്, കോണ്ടൂർ ഫാമിംഗ്. അതിന്റെ ഫസ്റ്റ് മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഫ്ലഡിംഗ് മെത്തേഡിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കൺട്രോൾഡ് ഫ്ലഡിംഗ് ഉണ്ട്, അൺകൺട്രോൾഡ് ഫ്ലഡിംഗ്. ഇതെല്ലാം നമ്മൾ സർഫസ് ഇറിഗേഷൻ, നമ്മൾ സർഫസ് കൊടുക്കുന്ന ഇറിഗേഷൻ ആണ് കേട്ടോ. അപ്പൊ കൺട്രോൾഡ് ഫ്ലഡിംഗ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് എന്തോരം ക്വാണ്ടിറ്റി വേണം, എപ്പോഴൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ച് ഒരു കൺട്രോൾ ഉണ്ടാകുന്ന വെള്ളം കൊടുക്കുന്നതിനെയാണ് പറയുന്നത്
കൺട്രോൾഡ് ഫ്ലഡിങ് എന്ന് പറയുന്നത്. അതായത് പ്രോപ്പർ എന്തോരം ഫ്ലോ, വെള്ളം എന്തോരം ഫ്ലോ, എന്തോരം ക്വാണ്ടിറ്റി വേണം, എപ്പോഴൊക്കെ വേണം, അതിനെക്കുറിച്ച് നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും. അപ്പൊ കൺട്രോൾ ചെയ്ത് അതിന് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് കൺട്രോൾഡ് ഫ്ലഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അൺകൺട്രോൾ ഫ്ലഡിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവാം, അതിനകത്ത് യാതൊരു കൺട്രോളും ഉണ്ടാവില്ല. വെള്ളത്തിന് ലാൻഡ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, ജസ്റ്റ് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കും, സ്പ്രെഡ് ചെയ്യും. ഇറിഗേഷൻ ഏരിയയിൽ എവിടെയാണോ ഇറിഗേറ്റ് ചെയ്യേണ്ടത് ആ ഏരിയയിലേക്ക് വെള്ളം കൺട്രോൾ, യാതൊരു അതിന്റെ ഫ്ലോ ഉണ്ടാവില്ല. ഹലോ ഹലോ യാതൊരു എന്താ യാതൊരു കൺട്രോളും ഉണ്ടാവത്തില്ല. ഏത് ഏരിയയിലേക്ക് ആണോ ഇറിഗേറ്റ് ചെയ്യേണ്ടത് ആ ഏരിയയിലേക്ക് യാതൊരു അതിന്റെ ക്വാണ്ടിറ്റിയിലോ അതിന്റെ ഫ്ലോയിലോ അതിന്റെ ഏത് ടൈം ഒന്നും യാതൊരു കൺട്രോളും ഉണ്ടാവില്ല. ചുമ്മാ നമ്മൾ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകം എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ലാൻഡ് ഒന്നും പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട, അതിന് മുമ്പ് ഒഴുക്കി വിടും. പക്ഷെ നമ്മൾ കൺട്രോൾ ഫ്ലഡിങ്ങിനകത്ത് പ്രത്യേകതയുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ലാൻഡ് ഈസ് നെസസറി. നമ്മൾ ഫ്ലഡിങ് കൺട്രോൾ ഫ്ലഡിങ് നടത്തുന്നതിന് മുമ്പ് അതിനു മുമ്പ് ലെവൽ ആക്കണം, ലാൻഡ് എല്ലാം പ്രോപ്പർ ആക്കണം, അത് നിർബന്ധമാണ്. ഇനി നമ്മളുടെ ഫ്ലഡിങ് മെത്തേഡ് തന്നെ, അതായത് കൺട്രോൾഡ് ഫ്ലഡിങ് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുവാണ്. ഫ്രീ ഫ്ലഡിങ്, കോണ്ടൂർ ലാറ്ററൽ, ബോർഡർ സ്ട്രിപ്പ് ഫ്ലഡിങ്, ചെക്ക് ബേസിൻ മെത്തേഡ്, സിക്സാക് മെത്തേഡ്. അതിനകത്തുള്ള ആദ്യത്തെ മെത്തേഡാണ് ഫ്രീ ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ. ആരെങ്കിലും മൈക്ക് മ്യൂട്ട് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഒരു സെക്കൻഡ്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ആ മിസ് കാണാം. ഫസ്റ്റ് മെത്തേഡാണ് കൺട്രോൾഡ് ഫ്ലഡിങ്. സർഫസ് ഇറിഗേഷന്റെ ഒരു മെത്തേഡാണ് കൺട്രോൾ ഫ്ലഡിങ്. അതിന്റെ ഒരു മെത്തേഡാണ്, അതിനകത്തുള്ള ഒരു മെത്തേഡാണ് ഫ്രീ ഫ്ലഡിങ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേരാണ് ഇറിഗേഷൻ ബൈ പ്ലോട്ട്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഫ്രീ ഫ്ലഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ദ ലാൻഡ് ഈസ് ഡിവൈഡ് ടു സ്മോളർ സ്ട്രിപ്സ് ബൈ ലാറ്ററൽ വിച്ച് ആർ സപ്ലൈ വാട്ടർ ഫ്രം മെയിൻ സപ്ലൈ ചാനൽ. അതായത് മെയിൻ ചാനൽ ഉണ്ടാവും, അതിനുശേഷം നമ്മള് സബ്സിഡറി ചാനൽസ് ഉണ്ടാവും. അതിൽ നിന്ന് നമ്മുടെ ഇറിഗേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ വെള്ളം കടത്തി വിടുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്ന ഫ്രീ ഫ്ലഡിങ് പ്രോസസ് എന്ന് പറയുക. അതായത് മെയിൻ ചാനൽ ഉണ്ടാവും, മെയിൻ ഒരു ചാലുണ്ടാവും, അതിൽ നിന്ന് നമ്മൾ സബ്സിഡറി ചാനൽസ് കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യും, അതായത് മൊത്തം ഏരിയക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തായിരിക്കും സബ്സിഡറി ചാനൽസ് എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ ഔട്ട്ലെറ്റ് കൊടുത്ത് അതിൽ നിന്ന് വെള്ളം കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് ഫ്രീ ഫ്ലഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫ്രീ മെയിൻ ഇതുണ്ടാവും. നമുക്ക് ഏരിയ ഇറിഗേറ്റ് ചെയ്യേണ്ട ഏരിയ ഉണ്ട്, നമ്മൾ അതിൽ കൂടെ കനാൽ നമ്മൾ സബ്സിഡറി ചാനൽ കൊടുക്കും. എന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വെള്ളം നമുക്ക് ഇറിഗേറ്റ് ചെയ്യേണ്ട ഏരിയയിലേക്ക് വെള്ളം കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഫ്രീ ഫ്ലഡിങ് പ്രോസസ് എന്ന് പറയുന്നത്. അടുത്തതാണ് കോണ്ടൂർ ലാറ്ററൽസ്. ഇതാണ് കോണ്ടൂർ ലാറ്ററൽസിന്റെ പടം എന്ന് പറയുന്നത്. സ്പെഷ്യൽ, അത് ഒരു ഫ്രീ ഫ്ലഡിങ്ങിന്റെ വേറൊരു ടൈപ്പ് ആണ് കോണ്ടൂർ ലാറ്ററൽസ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് ലാറ്ററൽ അലൈൻസ് അലോങ് ദ കോണ്ടൂർ ലൈൻ applicable for steeper terrains. Field is divided into small contour laterals. അത് യൂണിവേഴ്സ്. അതായത് നമ്മൾ പറഞ്ഞു കോണ്ടൂറിക്കടെ നമ്മൾ ഇത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ്, അതായത് ഫ്രീ ഫ്ലഡിങ് പോലെ തന്നെ മെയിൻ ഡിച്ച് ഉണ്ടാവും, അതായത് മെയിൻ ഒരു വെള്ളം പോകുന്ന ചാനൽ ഉണ്ടാവും, പിന്നെ നമ്മൾ സബ്സിഡറി ചാനൽസ് ആണല്ലോ പറഞ്ഞത്. പക്ഷേ ഈ സബ്സിഡറി ചാനൽസ് ഇവിടെ കൊടുക്കുന്ന കോണ്ടൂർ ലൈനിൽ കൂടെ ആയിരിക്കും ഇത് കൊടുക്കുക. അവിടെ നിന്ന് വെള്ളം ഈ ഏരിയ ഏത് ഏരിയയിലേക്കാണോ ഇറിഗേറ്റ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനാണ് കോണ്ടൂർ ലാറ്ററൽസ് എന്ന് പറയുന്നത്. അടുത്താണ് ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ്. നോക്കി, ഇതാണ് ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. The farm is divided into series of strips. Strips are separated by borders. അതായത് നമ്മൾ ഫാമിനെ കുറെ സ്ട്രിപ്പുകളായിട്ട് നമ്മൾ ആരെങ്കിലും മ്യൂട്ട് ചെയ്യാണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഫാമിന് നമ്മൾ പല സ്ട്രിപ്പുകളായിട്ട് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും.
എന്നിട്ട് ദ സ്ട്രിപ്സ് ആർ സെപ്പറേറ്റ്, and ഈ സ്ട്രിപ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ബോർഡറുകളായിട്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. Each strip is irrigated independently at its upper end from supply channel or an underground pipe. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ട്രിപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒന്നെങ്കിൽ ഒരു മെയിൻ ചാനൽ ഉണ്ടാവും. അപ്പൊ ഏത് ഏരിയ ആണ് ഇറിഗേറ്റ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഇങ്ങനെ പല പല സ്ട്രിപ്പുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, ഒന്നെങ്കിൽ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കൂടെ നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സർഫസിൽ കൂടെ നമ്മൾ സപ്ലൈ ചാനൽ കൊടുത്ത് ആ സ്ട്രിപ്സിനകത്തേക്ക് വെള്ളം കടത്തി വിടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ബോർഡർ സ്ട്രിപ്പ് മെത്തഡ്. അതായത് ഒരു മെയിൻ ചാനൽ ഉണ്ടാവും, അത് ഏത് ഏരിയ ആണോ ഇറിഗേറ്റ് ചെയ്യേണ്ടത് അതിനെ പല പല സ്ട്രിപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ബോർഡറിൽ നമ്മൾ ചെടി നടും. എന്നിട്ട് നമ്മൾ വെള്ളം എതിക്കടെ കൊടുക്കുക, ഒന്നെങ്കിൽ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കൂടെ അടിക്കടെ നമ്മൾ സബ് സർഫസ് ഇറിഗേഷൻ പോലെ നമ്മൾ അടിക്കടെ ഇത് കൊടുക്കും, അല്ലെങ്കിൽ ഫ്രം ഒരു സപ്ലൈ ചാനലിൽ നിന്ന് തന്നെ നമ്മൾ മെയിൻ ആയിട്ട് വെള്ളം മുകളിൽ അപ്പർ എൻഡിക്കടെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്രയും പറഞ്ഞു, ഫ്രീ ഫ്ലഡിങ് ആണ് നമ്മൾ പറഞ്ഞു, കോണ്ടൂർ ലാറ്റർ നമ്മൾ കോണ്ടൂറിക്കടെ അത് ഫ്രീ ഫ്ലഡിങ്ങിന്റെ ഒരു മെയിൻ ചാനൽ ഉണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് നമ്മൾ സബ്സിഡറി ചാനൽസ് കൊടുത്ത് എവിടെയാണ് ഇറിഗേറ്റിന്റെ അതിന് മൊത്തം ഡിവൈഡ് ചെയ്ത് സബ്സിഡറി ചാനൽസ് വെച്ച് ഡിവൈഡ് ചെയ്ത് അതിൽ വെള്ളം കൊടുക്കുന്ന പ്രോസസ്. ഇത് ജസ്റ്റ് മനസ്സിലാക്കി ഇരിക്കും കേട്ടോ. ഫ്രീ ഫ്ലഡിങ്, കോണ്ടൂറിക്കടെ നമ്മൾ ഇത് കൊടുക്കുന്നതാണ് കോണ്ടൂർ ലാറ്ററൽസ്, ബോർഡർ സ്ട്രിപ്പ്. അടുത്ത് ചെക്ക് ഫ്ലഡിങ്. ഇതാണ് ചെക്ക് ഫ്ലഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് ചെക്ക് ഫ്ലഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പറയുന്നത് ഇറിഗേഷൻ ബൈ പ്ലോട്ട്സ് എന്നാണ്. നമ്മുടെ ഫ്രീ ഫ്ലഡിങ് മെത്തേഡിന്റെ വേറൊരു പേരും ഇറിഗേഷൻ ബൈ പ്ലോട്ട്സ് എന്നാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏരിയനെ സെവറൽ പ്ലോട്ട്സ്, അതായത് നല്ല വോൾസ് വെച്ചിട്ട് നമ്മൾ പല പല സ്മോൾ പ്ലോട്ട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതായത് ഈ പ്ലോട്ടുകളെല്ലാം ലെവൽ ആയിരിക്കണം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ എൻഡിൽ നമ്മൾ വെള്ളം കൊടുക്കുകയും അതിനുശേഷം ഈ വെള്ളം ലോവർ എൻഡ് അടുത്ത എൻഡിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഫുൾ വെള്ളം എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, വെള്ളം സപ്ലൈ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് പറയുക ചെക്ക് ബേസിൻ മെത്തേഡ് എന്ന് പറയാ. ചെക്ക് ബേസിൻ മെത്തേഡ് എന്ന് വെച്ചാൽ ഇറിഗേറ്റ് ചെയ്യേണ്ട ഏരിയനെ നമ്മൾ പല പല സ്ക്വയർ പ്ലോട്ടുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ആ പ്ലോട്ടുകളെല്ലാം ലെവൽ ആയിരിക്കണം. നമ്മൾ ഒരു ഹയർ എൻഡിൽ നമ്മൾ വെള്ളം കൊടുക്കും. ആ വെള്ളം എപ്പോഴാണോ അത് ലോവർ എൻഡ് വരെ എത്തുന്നത് അന്നേരം നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ അതിന്റെ വാട്ടറിന്റെ സപ്ലൈ പ്രോസസ് അല്ല, വാട്ടറിന്റെ സപ്ലൈ സ്റ്റോപ്പ് ചെയ്യും. അതിനെയാണ് പറയുന്നത് ചെക്ക് ഫ്ലഡിങ് മെത്തേഡ്. അടുത്താണ് ബേസിൻ ഫ്ലഡിങ് മെത്തേഡ് എന്ന് പറയാം. നോക്കിയേ, ഇതാണ് ബേസിൻ ഫ്ലഡിങ് മെത്തേഡ് എന്ന് പറയാ. ഈ പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഓരോ ചെടിക്കും നമ്മൾ ഈ മറ്റേ തെങ്ങിനൊക്കെ ഇത് എടുക്കത്തില്ലേ, അതുപോലെ ഓരോ ചെടിക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ബേസിൻ ക്രിയേറ്റ് ചെയ്യും. ആ പ്രോസസ്സിനാണ് ബേസിൻ മെത്തേഡ് എന്ന് പറയുക. മിക്കവാറും അതിന് ഒരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും കൊടുക്കുക ആ ബേസിന്. അതായത് ഓരോ ചെടിക്കും നമ്മൾ തടം എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഓരോ ചെടിക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ തെങ്ങിനൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കുക. അപ്പം ഈ ചെടിക്ക് ഈ തെങ്ങിന് കറക്റ്റ് ആയിട്ട് അതിന് വെള്ളം കിട്ടുകയാണ് ചെയ്യുന്നത്. അതിന് സർക്കുലർ ഷേപ്പിലാണ് നമ്മൾ ഇങ്ങനെ തടം എടുത്ത് വെക്കുന്നത്. അതുകൊണ്ട് അതിനെ റിംഗ് ബേസിൻ എന്നാണ് പറയുന്നത്. അടുത്താണ് നമ്മൾ സിക്സാക് മെത്തേഡ്. അതിന്റെ ഫെറോ മെത്തേഡ് ഉണ്ട്, കോണ്ടൂർ ഫാമിംഗ്. ഇനി അടുത്താണ് സിക്സാക് മെത്തേഡ്. ഇറ്റ്സ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഫ്ലഡിങ്. ഫ്ലഡിന്റെ ഒരു സ്പെഷ്യൽ മെത്തേഡാണ് സിക്സാക് മെത്തേഡ് എന്ന് പറയുന്നത്. Water takes a circuitous path before reaching dead end of the plot. Area is divided into square or rectangular plots. Each plot is divided with the help of bunches of leaves, suitable for relatively level plot, unsuitable for modern farming with the machinery. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയനെ നമ്മൾ സ്ക്വയർ ആയിട്ടോ റെക്ടാങ്കുലർ പ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഈ ഓരോ പ്ലോട്ടിനെയും നമ്മൾ നോക്കി, ഇതാണ് ഒരു റെക്ടാങ്കുലർ പ്ലോട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പ്ലോട്ടിനെയും ഇടയ്ക്ക് വെച്ച് വീണ്ടും സബ് ഡിവൈഡ് ചെയ്യും. എന്ത് വെച്ച്, അതായത് കുഞ്ഞു കുഞ്ഞു ഭിത്തികൾ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് സിക്സാക് മെത്തേഡ്. വെള്ളം ഇങ്ങനെ സിക്സാക് മാനറിലാണ് അതിനകത്ത് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ സിക്സാക് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുക. അതായത് ഒരു ഏരിയനെ പല പല റെക്ടാങ്കുലർ പ്ലോട്ടും സ്ക്വയർ പ്ലോട്ടും ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ റെക്ടാങ്കുലർ പ്ലോട്ടും നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യും. എന്ത് വെച്ചിട്ടാണ്, സ്മോൾ ലീവ്സ്, കുഞ്ഞു കുഞ്ഞു വാളുകൾ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഇറിഗേറ്റ് വെള്ളം കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് സിക്സാക് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്താണ് ഫെറോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് ഫെറോ മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ചെടികളുടെ ക്രോപ്സിന്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഫെറോസ്, നമ്മളിങ്ങനെ ചാലുകൾ
വെട്ടിക്കൊടുക്കുന്നതിനെയാണ് നമ്മൾ പറഞ്ഞ ഫറോ മെത്തേഡ്. നമ്മൾ ഷുഗർ കെയിൻ, മെയ്സ്, ടപ്പിയൊക്ക, പൊട്ടറ്റോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ അതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫറോ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് 2 റോ ക്രോപ്സിന്റെ ഇടയ്ക്ക് ഒരു ചാല്, അടുത്ത 2 ക്രോപ്സിന്റെ ഇടയ്ക്ക് വേറൊരു ചാല്, അങ്ങനെ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഫറോ മെത്തേഡ് എന്ന് പറയുന്നത്. കോണ്ടൂർ ഫാമിംഗ് നമുക്കറിയാം. ഇതാണ് കോണ്ടൂർ, നമ്മൾ കണ്ടിട്ടുണ്ടാവും കോണ്ടൂർ ഫാമിംഗ്. ഹില്ലി ഏരിയാസിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫാമിങ്ങിനെയാണ് കോണ്ടൂർ ഫാമിംഗ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. സബ്സർഫസ് ഇറിഗേഷൻ സിസ്റ്റം തന്നെ ഒന്നുകൂടെ പറഞ്ഞത്. ഇതാണ് നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. നോക്കി, ഇത്രയും കാര്യങ്ങളാണ്. ജസ്റ്റ് അവിടെ വരെ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇറിഗേഷൻ എന്താ? അപ്പൊ നമ്മൾ ഇറിഗേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ആയിട്ട് വെള്ളം കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. എക്സസ് ഇറിഗേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല, എപ്പോഴൊക്കെയാണ് നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നത്, അതിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് പഠിച്ചത്. അതിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്? എപ്പോഴൊക്കെയാണ് നോൺ യൂണിഫോം ആയിട്ട് റെയിൻഫാൾ ഉള്ളപ്പോൾ, പിന്നെ അൺഈവൻ ആയിട്ടുള്ള റെയിൻഫാൾ ഉള്ളപ്പോൾ, ഗ്രോയിങ് ലാർജ് നമ്പർ ഓഫ് ക്രോപ്സ്, പിന്നെ ഗ്രോയിങ് ക്യാഷ് ക്രോപ്സ്, ഡ്രോട്ട് ഉള്ള സമയത്ത് റെയിൻഫാൾ പ്രോപ്പറായിട്ട് കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഇറിഗേഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു. ഇനി ഇറിഗേഷൻ എക്സസ് ആയിട്ട് ഇറിഗേഷൻ നടത്തിയാലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോണേ. അത് നമ്മൾ പഠിച്ചിരുന്നു. ഞാൻ പറഞ്ഞു എക്സസ് ആയിട്ട് ഒരു സ്ഥലത്ത് വെള്ളം ഒത്തിരി കൊടുത്തു കഴിയുമ്പോൾ അവിടെ വെള്ളം കെട്ടിക്കിടക്കും, വാട്ടർ ലോഗിങ് ഉണ്ടാവുന്നു. വെള്ളം കെട്ടി നടന്ന എന്താ പ്രശ്നമുള്ളത്? അവിടെയുള്ള ക്രോപ്സ്, ചെടികളുടെ റൂട്ട് ഡീക്കേ ആവുന്നു അല്ലെ? റൂട്ട് ഡീക്കേ എന്ത് ചെയ്യും? അതിന്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യും. ഗ്രോത്തിനെ എഫക്ട് മാത്രമല്ല, അവിടെ മോസ്കിറ്റോ ബ്രീഡ് ചെയ്യുന്നു. അത് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ച കാര്യമായിരുന്നു അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. ഇനി മെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ. മെയിൻ രണ്ട് രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന്, വാട്ടറിന്റെ അവൈലബിലിറ്റി വെച്ചിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. ലിഫ്റ്റ് ഇറിഗേഷൻ എന്നും ഫ്ലോ ഇറിഗേഷൻ എന്നും. ലിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ടറിന്റെ സോഴ്സ് താഴെയും ഇറിഗേറ്റ് ചെയ്യേണ്ട സ്ഥലം മുകളിലുമാണ്. അങ്ങനെയുള്ള ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയും. എന്താണ് ഫ്ലോ ഇറിഗേഷൻ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറിഗേറ്റ് ചെയ്യേണ്ട സ്ഥലം താഴെയും വാട്ടറിന്റെ സോഴ്സ് മുകളിലുമാണ്. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വെള്ളം താഴത്തേക്ക് വരുന്നു. അതാണ് ഫ്ലോ ഇറിഗേഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത ക്ലാസ്സിലേക്ക് അവൈലബിലിറ്റി ഓഫ് വാട്ടർ അനുസരിച്ച് പെരണിയൽ ഇന്നൻഡേഷൻ ഇറിഗേഷൻ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്നൻഡേഷൻ സിസ്റ്റം നമ്മൾ സർഫസിലേക്ക് നമ്മൾ വാട്ടർ ഫ്ലഡ് ചെയ്ത് വിടുവാണ് അല്ലെ? അതിനുശേഷം അത് നമ്മൾ എക്സസ് ആയിട്ടുള്ള വാട്ടർ ഡ്രെയിൻ ചെയ്യും, എന്നിട്ട് കൃഷി ചെയ്യുന്നതാണ് ഇന്നൻഡേഷൻ ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ പറഞ്ഞു. പെരണിയൽ ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ പഠനേ. അടുത്ത് പെരണിയൽ ഇറിഗേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ ക്രോപ്പിന്റെ ആവശ്യകത അനുസരിച്ച് നമ്മൾ ഇത് കൊടുക്കുന്നതാണ് പെരണിയൽ ഇറിഗേഷൻ സിസ്റ്റം. അടുത്ത നമ്മൾ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ 4 മെത്തേഡ് ആണുള്ളത്. സർഫസ്, സബ് സർഫസ് ഉണ്ട്, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം ഉണ്ട്, ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഉണ്ട്. സർഫസ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? സർഫസിൽ കൂടെ നമ്മൾ വെള്ളം കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് സർഫസ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയാ. സബ് സർഫസ് എന്ന് വെച്ചാൽ നമ്മുടെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ നമ്മൾ പൈപ്പ് കടത്തിയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ വെള്ളം, ഈ പൈപ്പ് പോറസ് പൈപ്പ് ആയിരിക്കും, അപ്പൊ അതിന്റെ അടിയിൽ നമ്മൾ വെള്ളം കൊടുക്കുന്ന പ്രോസസ്സിനാണ് സബ് സർഫസ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞത്. അടുത്ത സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം, അതായത് റെയിൻ ഡ്രോപ്സ് പോലെ നമ്മൾ കൊടുക്കുന്നതാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ അധികം എക്സസ് ആയിട്ട് അത് വേസ്റ്റേജ് വളരെ കുറവായിരിക്കും. ഇതിന്റെ വേസ്റ്റേജ് വളരെ കുറവായിരിക്കും. പിന്നെ അതിനകത്ത് വലിയ മെയിൻ്റെനൻസ് കോസ്റ്റോ ഇനീഷ്യൽ കോസ്റ്റോ അത്ര വരത്തില്ല. അടുത്ത് നമ്മൾ പഠിച്ച ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. സ്ലൈഡ് മാറ്റിയിട്ടുണ്ടോ? മിസ്സിലല്ലോ, ഒന്നും മാറ്റില്ല, ഞാൻ ബ്രഷപ്പ് ചെയ്യുന്നേ ഉള്ളൂ, ഞാൻ ഒന്നും മാറ്റുന്നില്ല. അടുത്ത നമ്മൾ പറഞ്ഞ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ പടം പോലെ തന്നെ, അതായത് ഓരോ ചെടിയുടെ റൂട്ടിലേക്കും നമുക്ക് വെള്ളം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ. ഏറ്റവും നല്ല മെത്തേഡ് അതാണ്. പക്ഷേ അതിന്റെ ഇനീഷ്യൽ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ്, കാരണം ഒത്തിരി വയറും കണക്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിനകത്ത് കംപ്ലൈൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, മെയിൻ്റെനൻസ് കോസ്റ്റും കൂടുതലാണ്. പക്ഷേ വെള്ളം ഇല്ല, സ്കേഴ്സിറ്റി ഉള്ള ഏരിയയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ഒത്തിരി ലേബേഴ്സിന്റെ ഒന്നും ആവശ്യം നമുക്ക് ഇതിനകത്തില്ല, ഇതിന് കണക്ഷൻ കൊടുത്താൽ മതി. ഒരുപാട് ലേബേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. ഇവാപറേഷൻ ലോസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ വീഡ്സ്, കളകൾ ഉണ്ടാവുന്നതും വളരെ കുറവായിരിക്കും. അവിടെ വരെയാണ് നമ്മളിപ്പോ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞത്. ഇനിയുള്ള ടോപ്പിക് തൊട്ടാണ് എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. ക്ലാസ് സോയിൽ വാട്ടർ. നിങ്ങൾ ശ്രദ്ധിക്കുന്ന എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോയിൽ വാട്ടർ,
സോയിൽ പ്ലാന്റ് റിലേഷൻഷിപ്പ് ആണ് നമുക്ക് പഠിക്കാൻ പോണത് കേട്ടോ. സോയിൽ വാട്ടർ പ്ലാന്റ് റിലേഷൻഷിപ്പ് എന്താണ് ശരിക്കും സോയിൽ? എന്തിനാ? നമുക്കറിയാം നമ്മുടെ ചെടികളെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയും ന്യൂട്രിയൻസും ഇതെല്ലാം നമ്മുടെ സോയിലിൽ കൂടെയാണ് നമുക്ക് ചെടികൾ കിട്ടുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. എന്തൊക്കെയാണ് സോയിലിനകത്ത് ഉണ്ടാകുന്ന വാട്ടറിന്റെ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. Soil water. Water added to soil mass during irrigation is held in the pores of the soil, which are termed as soil water or soil moisture. നമ്മൾ ഇറിഗേഷൻ ചെയ്യുമ്പോൾ കുറെ വെള്ളം സോയിലിനകത്ത് ഉണ്ടാവും അല്ലെ? അതിനെയാണ് നമ്മൾ പറഞ്ഞ സോയിൽ വാട്ടർ അല്ലെങ്കിൽ സോയിൽ മോയ്സ്ചർ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ വാട്ടർ, capillary water, hygroscopic water, available water and unavailable water. അപ്പൊ വീണ്ടും ഞാൻ പറയാണ്, നമ്മൾ സോയിൽ വാട്ടറിനെ മെയിൻ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ വാട്ടർ, കാപ്പിലറി വാട്ടർ, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഓക്കെ, ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. ഇത് പടം കാട്ടുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഗ്രാവിറ്റേഷണൽ വാട്ടർ, ഞാൻ അത് കഴിഞ്ഞിട്ട് വേറൊരു പടം കൂടെ കാട്ടാട്ടോ. അപ്പൊ അത് വെച്ച് പഠിപ്പിക്കും, കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവേ. ഗ്രാവിറ്റേഷണൽ വാട്ടർ. Irrigation water content of soil increase and saturation point reaches. At this stage, the soil pores are completely saturated and no more water is absorbed by the soil. The surface water then starts flowing downward due to the influence of gravity. The portion of water which flows down is known as gravitational water. ഗ്രാവിറ്റേഷണൽ വാട്ടർ നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയാം. ഏറ്റവും നല്ല എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്പോഞ്ചിനകത്തേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വാട്ടറിനകത്ത് ഫുൾ മുക്കിയിട്ട് നമ്മൾ പൊക്കി എടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? എക്സസ് എല്ലാ പോഴ്സും ഫില്ലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള വെള്ളം എന്ത് ചെയ്യും? ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് താഴത്തേക്ക് നിലത്തേക്ക് ഒഴുകി പോകുന്നു. ആ ഒഴുകി പോകുന്ന വെള്ളത്തിനെയാണ് നമ്മൾ പറയുന്നത് ഗ്രാവിറ്റേഷണൽ വാട്ടർ. അതുപോലെ നമ്മുടെ സോയിലിനകത്തേക്ക് നമ്മൾ വെള്ളം കുറെ ഒഴിച്ച് സാച്ചുറേറ്റഡ് ആയ എല്ലാ സോയിലിന്റെ എല്ലാ പോഴ്സും ഫില്ലാവൂലോ. ഫില്ലാക്കി കഴിയുമ്പോൾ എക്സസ് ആയിട്ടുള്ള വാട്ടർ എന്ത് സംഭവിക്കും? ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കാരണം അത് താഴത്തേക്ക് പോകുന്നു. ആ വെള്ളത്തിനെ ആണ് ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയാം. ഓക്കെ, നോക്കൂ, ഇതിനകത്തുള്ള റൈറ്റ് സൈഡിലുള്ള വാട്ടർ കണ്ടോ? അതായത് സോയിൽ പാർട്ടിക്കിൾസ് ആണ് കാട്ടിയിരിക്കുന്നത്. അത് എന്ത് സംഭവിച്ചു? അത് ഡ്രെയിൻസ് ഔട്ട് ഓഫ് ദ റൂട്ട് സോൺ, അത് താഴത്തേക്ക് ഇത് ഡ്രെയിൻ ചെയ്ത് പോവാണ് ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് കാരണം. നെക്സ്റ്റ് ഈസ് കാപ്പിലറി വാട്ടർ. Portion of water retained by the soil after completely eliminating the gravitational water is known as capillary water. This water gets absorbed by the roots of the plant and held in the capillary pores of the soil. But it's very important. Capillary water is a portion of water retained by the soil after completely eliminating the gravitational water is known as capillary water. This water gets absorbed by the roots of the plant. അടുത്ത വാട്ടർ ആണ് കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. നോക്ക്, ഇതാണ് കാപ്പിലറി വാട്ടർ. അപ്പൊ ഞാൻ വീണ്ടും ആ എക്സാമ്പിളിലേക്ക് തന്നെ പോവാണ്. നമ്മൾ ആ സ്പോഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ നിറയെ ആ സ്പോഞ്ച് ഫുൾ മുക്കി വെച്ച് നമ്മൾ പൊക്കി കഴിയുമ്പോൾ കുറെ വെള്ളം ഗ്രാവിറ്റേഷണൽ വാട്ടർ ആയിട്ട് താഴെ പോകുന്നു. ബാക്കിത്തെ കുറെ വെള്ളം എന്ത് സംഭവിക്കുന്നു? ഈ ഗ്രാവിറ്റിക്ക് എഗ്നസ്റ്റ് ആയിട്ട് ഈ സ്പോഞ്ചിൽ തന്നെ നിൽക്കുന്നു. ആ വെള്ളത്തിനെയാണ് കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. ഈ വെള്ളമാണ് നമ്മുടെ ചെടികൾ ഉപയോഗിക്കുന്നത്. കാപ്പിലറി വാട്ടർ ദിസ് അവൈലബിൾ ടു പ്ലാന്റ്സിന് കിട്ടുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ കാപ്പിലറി വാട്ടർ, അവിടെ ഉള്ള ആ കാപ്പിലറി വാട്ടർ ആണ് ചെടികൾക്ക് കിട്ടുക. ഗ്രാവിറ്റേഷണൽ വാട്ടർ കിട്ടത്തില്ല. ഇനി നമുക്ക് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. Water content below the permanent wilting point is known as hygroscopic water. This water is retained by the soil in the form of thin film on the surface of soil particles. This water cannot be absorbed by the root of the plant. So, at this stage, the growth of plant is stopped. ഇതാണ്. കാണാൻ പറ്റുന്നുണ്ടോ? പടം കാണാൻ പറ്റുന്നുണ്ടോ? കാണാം മിസ്സേ. അപ്പോ നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സോയിൽ പാർട്ടിക്കിൾസിനും ചുറ്റും ഒരു തിൻ ഫിലിം പോലെ ഒരു ലെയർ ഉണ്ടാവും വാട്ടറിന്റെ. ആ സോയിൽ പാർട്ടിക്കിൾ ഈ വെള്ളത്തിന്റെ ലെയറിനെ മുറുക്കെ പിടിച്ചു വെച്ചേക്കുവാണ്. ഓക്കെ,
അപ്പൊ എന്ത് സംഭവിക്കും? ചെടികളുടെ റൂട്ട് എത്ര ഈ വെള്ളം വലിക്കാൻ നോക്കിയാലും ചെടികൾക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ സോയില് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ഉള്ളതെങ്കിൽ അവിടെ നമ്മൾ ചെടിയുടെ ആ അവസ്ഥ, അന്നേരത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെടികൾ വിൽറ്റിങ്ങിന് കാരണമാകും. അപ്പൊ നമ്മൾ മെയിൻ ക്ലാസിഫിക്കേഷൻ ഗ്രാവിറ്റേഷണൽ വാട്ടർ, കാപ്പിലറി വാട്ടർ, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. കാപ്പിലറി വാട്ടർ ഞാൻ പറഞ്ഞു, ഗ്രാവിറ്റേഷണൽ വാട്ടർ ഞാൻ പറഞ്ഞു, വെള്ളം ഗ്രാവിറ്റി വഴി പോവാണ്, അതിന്റെ പോഴ്സ് എല്ലാം ഫിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. കാപ്പിലറി വാട്ടർ എന്ന് വെച്ചാൽ എന്താ? ഈ ഗ്രാവിറ്റിക്ക് എഗനസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വെള്ളത്തെ, സോയിൽ പാർട്ടിക്കിൾസിനകത്ത് ഉണ്ടാവുമല്ലോ, കാപ്പിലറി വാട്ടർ ആണ് അവൈലബിൾ. ദിസ് വാട്ടർ ഇസ് അവൈലബിൾ ടു പ്ലാന്റ്സ്. പ്ലാന്റ്സിന് അവൈലബിൾ ആയിട്ടുള്ള വെള്ളമാണ് കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. എന്തായിരിക്കും ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് വെച്ചാൽ എന്താ? ഓരോ സോയിൽ പാർട്ടിക്കിളിന്റെ മുകളിലും ഒരു തിൻ ലെയർ, വാട്ടറിന്റെ ഒരു ലെയർ ഉണ്ടാവും. അത് ഈ സോയിൽ ഇങ്ങനെ വലിച്ചു പിടിച്ചേക്കുന്നത് കൊണ്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടില്ല. അപ്പൊ ആ സ്റ്റേജിൽ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ഉള്ള ആ കേസിൽ എന്ത് സംഭവിക്കും? ചെടികൾക്ക് വിൽറ്റിംഗ് പോയിന്റിന് കാരണമാകും. ഇനി മെയിൻ ആയിട്ട് അടുത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുള്ളതാണ് ഇത്. സോയിൽ മോയ്സ്ചർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സാച്ചുറേഷൻ കപ്പാസിറ്റി. The total water content of the soil when all the pores of the soil are filled with water. It is also known maximum water holding capacity of a soil. എന്താണ് സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താ? സോയിലിന്റെ എല്ലാ പോഴ്സിനകത്തും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ഒരു സോയിലിനകത്തുള്ള എല്ലാ പോഴ്സിനകത്തും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ എന്തോ ഒരു വാട്ടർ കണ്ടന്റ് ആ സോയിലിനകത്തുണ്ട്, അതിനെയാണ് സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഫീൽഡ് കപ്പാസിറ്റി. മാക്സിമം എമൗണ്ട് ഓഫ് സോയിൽ വിച്ച് ക്യാൻ ബി ഹെൽഡ് ബൈ എ സോയിൽ എഗനസ്റ്റ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിക്ക് എഗനസ്റ്റ് ആയിട്ട് എന്തോരം വാട്ടർ ഈ സോയിലിന് ഹോൾഡ് ചെയ്ത് നിർത്താൻ സാധിക്കുന്നു, അതിനെയാണ് നമ്മൾ പറയുന്നത് ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞത്. ചിലപ്പോൾ ഇത് ഈ പോഴ്സിനകത്ത് ചിലപ്പോൾ കുറച്ചു നേരം വാട്ടറിനെയും പ്രസൻസ് ഉണ്ടാവും. സാച്ചുറേഷൻ കപ്പാസിറ്റിയിൽ ഇതിനകത്ത് പോഴ്സ് കംപ്ലീറ്റ് ഫിൽഡ് വിത്ത് വാട്ടർ ആയിരിക്കും. അടുത്താണ് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് മോയ്സ്ചർ കണ്ടന്റ് പ്രസന്റ് ഇൻ ദ സോയിൽ വെൻ ദ പ്ലാന്റ്സ് ബിക്കം പെർമനന്റ്ലി wilted. At this point, the film of water on the soil are held so tightly that we cannot extract sufficient rate. It is the lower limit of capillary water. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് അതിന് തളർന്നിരിക്കുന്ന പോർഷൻ നമ്മൾ തളർന്നു പോവുക, അതിനെയാണ് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതായിട്ട് പോവുക, തളർന്നു പോകുന്നതിന്. ഓക്കെ, അപ്പൊ ഏത് കണ്ടീഷനിലാണ് നമ്മൾ ഇങ്ങനെ തളർന്നു പോകണം? ഞാൻ പറഞ്ഞായിരുന്നു ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ഉള്ളപ്പോ, സോയിൽ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ഉള്ളപ്പോ, അതായത് സോയിൽ പാർട്ടിക്കിൾസ് ഈ വാട്ടറിന്റെ ഒരു തിൻ ഫിലിം ഇങ്ങനെ വലിച്ച്, അതായത് അത് മാത്രമേ ഉള്ളൂ അവിടെ, വേറെ വാട്ടർ കാപ്പിലറി വാട്ടർ ആണ് നമ്മുടെ ചെടികൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ സോയിൽ പാർട്ടിക്കിൾസ് ഒരു തിൻ ഫിലിം, വാട്ടറിന്റെ ഒരു തിൻ ഫിലിം ഇങ്ങനെ ടൈറ്റ് ആയിട്ട്, ഓരോ സോയിൽ പാർട്ടിക്കിളും മുകളിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള തിൻ ഫിലിം ഉണ്ടാവും. അത് അവരെ ടൈറ്റ് ആയിട്ട് പിടിക്കുന്നതുകൊണ്ട് ചെടികൾക്ക് കിട്ടാതെ വരുന്നു. ആ സ്റ്റേജിലാണ് പെർമനന്റ് വിൽറ്റിംഗ് ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്ത ടെമ്പററി വിൽറ്റിംഗ്. പ്ലാന്റ് റിക്കവർ ഇൻ ദ കൂളർ ഡേ ഓഫ് വിത്തൗട്ട് എൻ അഡീഷണൽ വാട്ടർ. അതായത് ഇപ്പൊ നമ്മൾ വാടിപ്പോകുന്ന ചെടികൾ അല്ലെ, നമ്മൾ എന്ത് സംഭവിച്ചു? വാടിപ്പോകുന്ന ചെടി നമ്മൾ രാത്രി സമയമാകുമ്പോൾ എന്ത് ചെയ്യും? അത് പയ്യെ ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണ് അല്ലെ. ചില ചെടികൾ രാവിലെ ഉച്ചയാകുമ്പോഴത്തേക്കും പയ്യെ തളർന്നിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിനെ നമ്മൾ കൂളർ പ്ലേസിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അത് അവിടെ നടക്കുന്ന ടെമ്പററി വിൽറ്റ്, നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട, അല്ലാതെ തന്നെ അത് കുറച്ചൊരു ജീവൻ വെക്കും. അതാണ് ആ പോയിന്റ് നമ്മൾ ടെമ്പററി വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. അടുത്തതാണ് അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിന്റ് നമ്മൾ പറഞ്ഞു ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിന്റെ ഉണ്ടാവുന്ന കേസുകൾ, അപ്പോഴാണ് അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. അതായത് നമ്മൾ ഈ ചെടി നമ്മൾ വെള്ളം ആഡ് ചെയ്യോ അല്ലെങ്കിൽ അതിനെ തണലത്ത് കൊണ്ടുപോയി വെച്ചാലൊന്നും അത് തിരിച്ച് അത് ജീവനോടെ വരില്ല, അത് ചത്തുപോയി, ഡെഡ് ആയിപ്പോയി. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ പറയുക അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അവൈലബിൾ മോയ്സ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ വാട്ടർ കണ്ടന്റ് ഓഫ് ദ സോയിൽ ബിറ്റ്വീൻ ഫീൽഡ് കപ്പാസിറ്റി ആൻഡ് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റിനും ഫീൽഡ് കപ്പാസിറ്റിക്ക് അത് തമ്മിലുള്ള ഡിഫറൻസ്, വാട്ടർ കണ്ടന്റ് ഡിഫറൻസിനാണ് നമ്മൾ പറയാ അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയാ. അടുത്ത റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ എന്ന് വെച്ചാൽ ഈ പ്ലാന്റ് റൂട്ടിന് ഈസിലി ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ആ പോർഷൻ ഓഫ് വാട്ടറിനെ നമ്മൾ പറയാ റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഗ്രാവിറ്റേഷണൽ വാട്ടർ, കാപ്പിലറി വാട്ടർ, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ നമ്മൾ പറഞ്ഞു. അടുത്ത സാച്ചുറേഷൻ കപ്പാസിറ്റിനെ പറഞ്ഞു, അതായത് എല്ലാ പോഴ്സും
വാട്ടർ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ എന്തോ ഒരു വാട്ടർ കണ്ടന്റ് ആ സോയിലുണ്ട്. അതിനെയാണ് നമ്മൾ പറഞ്ഞ സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞ പോഴ്സിനകത്ത് വാട്ടർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഫീൽഡ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താ, ഇത് എന്തോരം എമൗണ്ട് വെള്ളം, അതായത് ഗ്രാവിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ട് എന്തോരം വെള്ളമാണ് ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ആ കേസ് ഉള്ളപ്പോഴാണ് പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. അതായത് പെർമനന്റ് വിൽറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ടെമ്പററി വിൽറ്റിംഗ് പോയിന്റ് എപ്പോഴാണ് സംഭവിക്കുക? അതായത് നമ്മൾ ഈ ചെടികളെ, തളർന്നിരിക്കുന്ന ചെടീനെ നമ്മളൊരു തണുത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കും. വൈകുന്നേരത്തേക്കൊക്കെ അങ്ങോട്ട് വെള്ളം ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യണ്ട. നമ്മൾ ചൂടുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് തണുപ്പുള്ള സ്ഥലത്തേക്കൊക്കെ മാറ്റി വെക്കുമ്പോൾ അതിന് കറക്റ്റ് ഒരു ജീവൻ വരും. അതിനാണ് ടെമ്പററി വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാം. അടുത്താണ് അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ആ ചെടി ചത്തു. നമ്മൾ ഇനി അതിനെ ഒരു തണുപ്പുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വെച്ചാലും നമ്മൾ എക്സസ് ആയിട്ട് വെള്ളം ആഡ് ചെയ്താലൊന്നും അതിന് ജീവൻ തിരിച്ചു കിട്ടില്ല. അപ്പൊ നമുക്കറിയാം അത് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ കണ്ടന്റ് ഉള്ളപ്പോഴാണ് അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. അവൈലബിൾ മോയ്സ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് കപ്പാസിറ്റിക്കും പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റിനും ഇടയ്ക്കുള്ള വാട്ടർ കണ്ടന്റ് ഇല്ല, അതിനെയാണ് പറയുന്നത്, ഡിഫറൻസ് ഇൻ വാട്ടർ കണ്ടന്റിനാണ് പറയുന്നത് അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയാം. റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ എന്ന് വെച്ചാൽ പ്ലാന്റ്സിന് ഈസിലി ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചർ കണ്ടന്റ്, അതാണ് റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുന്നത്. ഇവിടെ വരെ മനസ്സിലായോ? ആ മിസ് മനസ്സിലായി. ഇനി ആ പടം നിങ്ങൾ നോക്കണ്ട, അത് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി തന്നതാണ്, നോക്കട്ടെ. വാട്ടർ റിക്വയർമെന്റ് ഓഫ് ക്രോപ്സ്, അതായത് ഒരു ക്രോപ്പ് നടുന്നത് തൊട്ട് അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെ എന്തോരം വെള്ളം വേണം, അതിനെയാണ് നമ്മൾ പറയുന്നത് വാട്ടർ റിക്വയർമെന്റ് ഓഫ് എ ക്രോപ്പ് എന്ന് പറയും. ഒരു ക്രോപ്പ് നടുന്നത് തൊട്ട് അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്തിനിടയ്ക്ക് എന്തോരം വെള്ളമാണ് ഈ ക്രോപ്പിന് ആവശ്യമായത്, അതിനാണ് വാട്ടർ റിക്വയർമെന്റ് ഓഫ് എ ക്രോപ്പ് എന്ന് പറയുക. അതായത് ഓരോ ക്രോപ്പിനും ഈ വാട്ടർ റിക്വയർമെന്റ് ഡിഫറെന്റ് ആണ്. ഓരോ സ്ഥലത്തും ഈ വാട്ടർ റിക്വയർമെന്റിന് ഡിഫറെന്റ് ആണ്. പടം നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഇത് ചെയ്യുന്നുള്ളൂ. അതായത് സീഡ് നടുന്ന തൊട്ട് അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന വരെയുള്ള വെള്ളം, എന്തോരം വെള്ളം അതിന് ആവശ്യമാണ്. അതായത് നമുക്ക് പറയാം, അതായത് വാട്ടർ ടേബിൾ, അത് എന്തിനൊക്കെ വാട്ടർ റിക്വയർമെന്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നമുക്ക് പറയാം. വാട്ടർ ടേബിൾ, അതായത് വാട്ടർ ടേബിൾ, ഹൈ വാട്ടർ ടേബിൾ ഉണ്ടെങ്കിൽ എന്താ, കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്താൽ മതി. ചൂട് ക്ലൈമറ്റ് ആണെങ്കിൽ ഇവാപറേഷൻ ലോസ് കൂടുതലാണ്, അപ്പൊ അതുകൊണ്ട് കൂടുതൽ വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്ന വേണം. ഗ്രൗണ്ടിൽ സ്ലോപ്പ് സ്റ്റീപ്പ് സ്ലോപ്സ് ആണെങ്കിൽ എന്താ, നമ്മൾ ഒഴിക്കുന്ന വെള്ളം വേഗം ഇതായി പോവും, അതുകൊണ്ട് അപ്പൊ കൂടുതൽ വെള്ളം ആഡ് ചെയ്യാനുണ്ട്. ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ, ചില ക്രോപ്പിന് കൂടുതൽ നമ്മൾ ഇത് കൊടുക്കണം, വെള്ളം ഇങ്ങനെ കൂടുതൽ വേണ്ടി വരുന്ന കേസ് ഉണ്ട്. സോയിൽ, അതായത് ക്ലേ സോയിലിനൊക്കെ എന്താണ്, റീറ്റൻഷൻ കപ്പാസിറ്റി ഈസ് മോർ. സാൻഡി സോയിലിന് വെച്ചാൽ പെട്ടെന്ന് പെർക്കുലേഷൻ നടക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ വാട്ടർ റിക്വയർമെന്റ് ആവശ്യമാണ്. ഇനി നമുക്ക് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ, പല മെത്തേഡ് ഉണ്ട് നമുക്കറിയാലേ, സർഫസ് മെത്തേഡ്, സബ് സർഫസ് മെത്തേഡ് ഒക്കെ. സർഫസ് മെത്തേഡിലൊക്കെ ഇവാപറേഷൻ ലോസ് ഒത്തിരി നടക്കുന്നതുകൊണ്ട് കൂടുതൽ വെള്ളം നമ്മൾ ചില സമയത്ത് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മൾ സബ് സർഫസ് സ്പ്രിംഗ്ലർ ഒക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. കാരണം സർഫസ് ഇറിഗേഷൻ വെച്ചാൽ നമ്മൾ ഫ്ലഡ് ചെയ്തും കൊണ്ട് ഒരു കൺട്രോളും ഇല്ല, ഒരുപാട് ഇവാപറേറ്റ് ചെയ്ത് കുറെ ലോസ് സംഭവിക്കും. മെത്തേഡ് ഓഫ് പ്ലവിങ്, അതിനകത്ത് നമുക്കറിയാം ഡീപ് പ്ലവിങ്, അതുകൊണ്ടാണ് ഈ കാളകളെയൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യുന്നില്ല. അപ്പൊ ഡീപ് പ്ലവിങ്ങിനകത്ത് കുറച്ച് വെള്ളം മതി, അത് പക്ഷെ ഷാലോ പ്ലവിങ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ വാട്ടർ ആവശ്യമാണ്. അടുത്തൊരു ടേം ആണ് ക്രോപ്പ് പീരീഡ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ച കാര്യം വാട്ടർ റിക്വയർമെന്റ് ഓഫ് എ ക്രോപ്പ്, എന്താണ് വാട്ടർ റിക്വയർമെന്റ് നമ്മൾ പഠിച്ചല്ലേ. ഇനി ക്രോപ്പ് പീരീഡ് defined as the total time in days that elapse between the sowing of the crop and its harvesting. Crop period represents the total time during which the crop remain in the field. അതൊരു പീരീഡ് ആണ് അല്ലെ, ഒരു സമയം. അതായത് ക്രോപ്പ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം സമയമാണ് ആ ക്രോപ്പ് ഫീൽഡിൽ ഉണ്ടാവുന്നത്, അതിനെയാണ് ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ക്രോപ്പ് നടുന്നത് തൊട്ട്
അതിന് ഹാർവസ്റ്റ് നമ്മൾ കൊയ്യുന്നത് വരെയുള്ള ആ സമയം, ആ ഫീൽഡിൽ ഉണ്ടാവുന്ന സമയത്തിനെയാണ് ക്രോപ്പ് പീരിയഡ് എന്ന് പറയുന്നത്. അടുത്താണ് ബേസ് പീരിയഡ് എന്ന് പറയുന്നത്. ബേസ് പീരിയഡ് ഈസ് ഡിഫൈൻഡ്, അതും ഒരു സമയമാണ്, as the period from the first to last watering of the crop just before its maturity. ആദ്യമായിട്ട് നമ്മൾ ഇത് കൊടുക്കുന്ന അനുസരിച്ച് തൊട്ട് അവസാനം നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യല്ലോ, അതുവരെയുള്ള സമയത്തിനാണ് നമ്മൾ പറയുന്നത് ബേസ് പീരീഡ് എന്ന് പറയുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ബി ആണ്. നോക്ക് പടം നോക്ക്, നമ്മൾ ഒരു ക്രോപ്പ് നട്ട് ഫസ്റ്റ് വാട്ടറിങ് കൊടുത്തോട്ട് ലാസ്റ്റ് വാട്ടറിങ് കൊടുക്കുന്ന വരെയുള്ള ടൈമിനാണ് നമ്മൾ പറയാ ബേസ് പീരീഡ് എന്ന് പറയാ. അത് റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ബി ആണ്. എപ്പോഴും അത് ഡേയ്സ്, നമ്പർ ഓഫ് എക്സ്പ്രസ്ഡ് നമ്പർ ഓഫ് ഡേയ്സ്, എത്ര ദിവസം, അതാണ് കേട്ടോ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഡെൽറ്റ ആൻഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. Each crop requires certain amount of water per hectare for its maturity. If the total amount of water supplied to the crop is stored on the land without any loss, then there will be a thick of water standing on the land. This depth of water layer is known as delta of the crop. Delta is expressed on centimeter. അതായത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഒരു സ്ഥലത്തേക്ക് നമ്മൾ വെള്ളം കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അവിടെ ഒരു ഇവാപ്പറേഷൻ ലോസോ റൺ ഓഫ് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്ത്, നമ്മളൊരു പാത്രത്തിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു, അവിടെ ഇവാപ്പറേഷൻ ലോസ് നടന്നിട്ടില്ല, ഇൻഫിൽട്രേഷൻ കൂടുതലൊന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ റൺ ഓഫ് കൂടുതലൊന്നും നടന്നിട്ടില്ല. അപ്പൊ എന്താ, ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഈ വെള്ളത്തിന്റെ ഈ ലെയർ ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങും, അല്ലെ, ഒരു തിക്ക് ലെയർ ആ പാത്രത്തിന്റെ ഉള്ളിൽ ഉണ്ടാവും. ആ ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ പറയാം ഡെൽറ്റ ഓഫ് ദ ക്രോപ്പ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇഫ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ സപ്ലൈ ടു ദ ക്രോപ്പ് ഈസ് സ്റ്റോർഡ് ഓൺ ദ ലാൻഡ് വിത്തൗട്ട്, ഒരു സ്ഥലത്ത് നമ്മൾ ക്രോപ്പിന് വേണ്ടി നമ്മൾ വെള്ളം നമ്മൾ കൊടുക്കുകയാണ്, പക്ഷെ ഒരു ലോസ് അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പൊ എന്ത് സംഭവിക്കും, ആ വെള്ളം ഇങ്ങനെ തിക്ക് നമ്മൾ ഇന്ന് കൊടുത്തു അതിന്റെ തിക്ക് ലെയർ തന്നെ ഫോം ചെയ്യും. ആ തിക്നെസ്, ആ ഡെപ്ത് ഓഫ് വാട്ടർ ലെയറിനാണ് നമ്മൾ പറയാ ഡെൽറ്റ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മളൊരു ചെടിക്ക് എന്തോരം വെള്ളം, അപ്പൊ നമ്മൾ ഇന്ന് ഇത്തിരി വെള്ളം കൊടുത്തു, ആ ചെടി വളരാൻ വേണ്ടി നമ്മൾ എന്തോരം വെള്ളം കൊടുത്തു, ഇന്ന് ഇത്തിരി ബക്കറ്റാണ്, നാളെ ഒരു 2 ബക്കറ്റ്, അടുത്ത ദിവസം 5 ബക്കറ്റ്, 10 ബക്കറ്റ്, അങ്ങനെയാണ് വിചാരിക്കുക. അപ്പൊ എന്താ, ഇതിനകത്ത് ഇവാപ്പറേഷൻ ലോസോ അതിനകത്ത് വേറെ എക്സ്ട്രാ ലോസസ് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ ടോട്ടൽ ഒരു ഡെപ്ത് ഓഫ് വാട്ടർ ഉണ്ടാവുമല്ലോ, അതിനെയാണ് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ഖാരിഫ് ക്രോപ്സ്, അതായത് റൈസ് ഡെൽറ്റ 125 സെന്റിമീറ്റർ ആണ്, മെയ്സിന്റെ ഡെൽറ്റ 45 സെന്റിമീറ്റർ ആണ്, ഗ്രൗണ്ട് നട്ടിന്റെ 30 ആണ്, മില്ലറ്റിന് 30 ആണ്, ഫോർ റാബി ക്രോപ്സിന് വീറ്റിന് 40 ആണ്, മസ്റ്റാർഡിന് 45 ആണ്, ഗ്രാമിന് 30 ആണ്, പൊട്ടറ്റോയ്ക്ക് 75 ആണ്. അത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്താണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഡെൽറ്റ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായാലും എന്തോരം വെള്ളമാണ്, ഇപ്പൊ ഒരു ക്രോപ്പിന് നമ്മൾ എന്തോരം വെള്ളമാണ് അപ്ലൈ ചെയ്തത്, അതായത് ആ വെള്ളം ഒരു ലോസ് സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഒരു ഡെപ്ത്, അതായത് ഇങ്ങനെ ഒരു ലെയർ പോലെ ഫോം ചെയ്യും, ആ വെള്ളത്തിന് പല പല ലെയേഴ്സ് ആയിട്ട് ഫോം ചെയ്യും, അല്ലെ, ഒരു ഡെപ്ത് ഫോം ചെയ്യും. ആ ഡെപ്തിനാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഡ്യൂട്ടി ഓഫ് വാട്ടർ ഇസ് ഡിഫൈൻഡ് ആസ് ദ number of hectares that can be irrigated by constant supply of water at the rate of 1 cubic throughout the base period. This denoted as capital D and expressed in hectare per cubic. Varies with the soil condition, method of plowing, method of application of water. It is a relationship between the volume of water and the area of crops it matures. Fair explanation on the term. Duty of water, ഒരു മിനിറ്റ്, അതിന് വേറൊരു എക്സ്പ്ലനേഷൻ നോക്കട്ടെ. Duty of water is defined as the number of hectares that can be irrigated by a constant supply of water at the rate of 1 cubic throughout the base period. അതായത്
നമ്മളൊരു കോൺസ്റ്റന്റ് സപ്ലൈ പറയാണ് അതായത് ഒരു ബേസ് പീരീഡ് എന്ന് വെച്ചാൽ ബേസ് പീരീഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് വാട്ടർ തൊട്ട് ലാസ്റ്റ് വാട്ടർ വരെയുള്ള പീരീഡിനാണ് നമ്മൾ ബേസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ബേസിസിൽ എത്ര ഹെക്ടർ ലാൻഡ് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നു through a constant at the rate of 1 cubic throughout the base period. 1 cubic എന്ന് പറയുന്ന റേറ്റില് എത്ര ഹെക്ടർ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നതിനാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് എത്ര ഹെക്ടർ ആണ് നമ്മളൊരു 1 ക്യൂമിക് എന്ന് പറഞ്ഞ റേറ്റിൽ നമ്മൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഹെക്ടർ നമുക്ക് വെള്ളം അതായത് എത്ര ഹെക്ടർ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ആ ബേസിൽ, അതായത് ഫസ്റ്റ് വാട്ടറിംഗ് തൊട്ട് ലാസ്റ്റ് വാട്ടറിംഗ് വരെയുള്ള ബേസ് പീരീഡിൽ 1 ക്യൂമിക് എന്ന് പറഞ്ഞ റേറ്റിൽ നമ്മൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ എത്ര ഹെക്ടർ ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അതിനാണ് പറയുന്നത് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാണ്, ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഹെക്ടർ, അതായത് 1 ക്യൂമിക് എന്ന് പറയുന്ന റേറ്റില് നമ്മൾ വെള്ളം ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര ഹെക്ടർ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ത്രൂ ഔട്ട് ആ ബേസ് പീരീഡിൽ എത്ര ഹെക്ടർ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അതിനെയാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. റൈസിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞത് 900 ആണ്, വീറ്റിന്റെ 1800 ആണ്, കോട്ടന്റെ 1400 ആണ്, ഷുഗർ കെയിന്റെ 800 ആണ്. ഇതിനകത്ത് വേറെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ. ആ ഇക്വേഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 8.64, ഇതല്ല 8.64, 8.64 ബി ബൈ ഡി. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 8.64 ബി ബൈ ഡി എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. അതായത് 8.64 ബേസ് പീരീഡ് ഡിവൈഡ് ബൈ ഡ്യൂട്ടി. അടുത്തത് ഒരു സെക്കൻഡ്, സ്ലൈഡിന് ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. അപ്പൊ നമ്മളിപ്പോ ഒരു ഇക്വേഷന്റെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞല്ലേ, അതിന്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ relationship between
ഡ്യൂട്ടി, ഡെൽറ്റ, ബേസ്, ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0.64 B/D ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ആണ്. അതിന്റെ യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക, ഹെക്ടർ പെർ ക്യൂമിക്സ് ആയിരിക്കും. ബി എന്ന് പറഞ്ഞാൽ ബേസ് പീരീഡ്. ബേസ് പീരീഡ് നമ്മളുടെ പീരീഡ് ആണ് അല്ലെ, ഫസ്റ്റ് വാട്ടർ ലാസ്റ്റ് വാട്ടർ ഉള്ള പീരീഡ്, ആ ടൈം, ആ ഡേയ്സ് ആണ്. അതിന്റെ വേറൊരു പേരാണ് കോർ പീരീഡ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഡെൽറ്റ. ഡെൽറ്റ ഇപ്പം മീറ്ററിലായിരിക്കും, കാരണം ഡെപ്ത് ആണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ കോർ ഡെപ്ത് എന്നായിരിക്കും പറയുക. അപ്പൊ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 8.64 B/D ആണ്. മറക്കരുത് ഇക്വേഷൻ. അതായത് ബേസും ഡ്യൂട്ടിയും ഡെൽറ്റയും തമ്മിലുള്ള ഇക്വേഷൻ ആണ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 8.64 B/D. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് പീരീഡ് ആണ്, ഡി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ആണ്, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എപ്പോഴും മീറ്റർ സെന്റിമീറ്റർ അങ്ങനെ ആയിരിക്കും നമുക്ക്, കാരണം ഡെപ്ത് ആയതുകൊണ്ട് അങ്ങനെ തരത്തുള്ളൂ. ബി എന്ന് പറഞ്ഞാൽ ബേസ് പീരീഡ് അല്ലെങ്കിൽ കോർ പീരീഡ് അല്ലെങ്കിൽ ഡേയ്സിൽ നമുക്ക് എന്തായാലും 150 ഡേയ്സ് 130 ഡേയ്സ് എന്ന് പറഞ്ഞ് നമുക്ക് തരും. ഇനി ഡി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ആണ്, ഹെക്ടർ പെർ ക്യൂമിക്സിലായിരിക്കും നമുക്കത് തരുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് ടേംസ് പഠിക്കാനുള്ളോ മനസ്സിലാക്കാനുണ്ട്. ഗ്രോസ് കമാൻഡ് ഏരിയ, കൾട്ടബിൾ കമാൻഡ് ഏരിയ എന്നുള്ളത്. എന്താണ് ഗ്രോസ് കമാൻഡ് ഏരിയ? ഗ്രോസ് കമാൻഡ് ഏരിയ ഇസ് ഈക്വൽ ടു കൾട്ടബിൾ ഏരിയ പ്ലസ് അൺകൾട്ടബിൾ ഏരിയ. അതായത് ഒരു ഇമാജിനറി ഒരു ബൗണ്ടറി ഉണ്ടെങ്കിൽ ആ ബൗണ്ടറിയുടെ ഉള്ളിൽ കുറച്ച് ഏരിയ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യും, കുറച്ച് ഏരിയ കൾട്ടിവേറ്റ് ചെയ്യില്ല. ആ ഇമാജിനറി ബൗണ്ടറിയുടെ ഉള്ളിലുള്ള ടോട്ടൽ ഏരിയനെയാണ് നമ്മൾ പറയാ ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് ഞാൻ പറഞ്ഞു കുറച്ച് കൾട്ടിവബിൾ ഏരിയ ഉണ്ട്, അൺകൾട്ടിവബിൾ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. അൺകൾട്ടിവബിൾ ഏരിയ എന്ന് വെച്ചാൽ എന്താ, അവിടെ കൾട്ടിവേഷൻ ആ ഒരു ഗ്രോസ്, അതായത് ടോട്ടൽ ഏരിയയിൽ കുറച്ച് ഏരിയ കൾട്ടിവേറ്റ് ചെയ്യും, കുറച്ച് ഏരിയ കൾട്ടിവേറ്റ് ചെയ്യില്ല. കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയ നമ്മൾ കൾട്ടിവബിൾ ഏരിയ എന്നും കൾട്ടിവേറ്റ് ചെയ്യാത്ത ഏരിയനെ അൺകൾട്ടിവബിൾ ഏരിയ എന്നുമാണ് പറയുന്നത്. അടുത്തതാണ് കൾട്ടിവബിൾ കമാൻഡ് ഏരിയ, CCA. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, CCA എന്നുള്ള ടേം. കൾട്ടിവബിൾ കമാൻഡ് ഏരിയ എന്ന് വെച്ചാൽ ഒരു ഇറിഗേഷൻ പ്രൊജക്ടിനകത്ത് കൾട്ടിവേഷൻ ടോട്ടലി വിത്തിൻ ഇറിഗേഷൻ വേർ കൾട്ടിവേഷൻ ക്യാൻ ബി ഡൺ. അതായത് ടോട്ടലി നമ്മൾ ഇറിഗേഷൻ പ്രൊജക്ടിന് വേണ്ടി കൺസിഡർ ചെയ്ത ഏരിയയിൽ ആ ഏരിയയിൽ കൾട്ടിവേഷൻ നടത്തുന്ന ആ ഇതിനെയാണ് നമ്മൾ പറയുന്ന, ആ ഏരിയനെയാണ് നമ്മൾ പറയാ കൾട്ടിവബിൾ കമാൻഡ് ഏരിയ എന്നാണ്. അത് നമ്മൾ CCA എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അതായത് ഒരു ഇറിഗേഷൻ പ്രൊജക്ടിന് നമ്മൾ കൾട്ടിവേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ഏരിയനെയാണ് നമ്മൾ പറയാ കൾട്ടിവബിൾ കമാൻഡ് ഏരിയ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഇസ് ഈക്വൽ ടു ഏരിയ ടു ബി ഇറിഗേറ്റഡ് ഡിവൈഡ് ബൈ CCA, കൾട്ടിവബിൾ കമാൻഡ് ഏരിയ. ഇക്വേഷൻസ് എല്ലാം കാണാതെ പഠിക്കണേ. ഇൻറ്റു 100. ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എപ്പോഴും പെർസെന്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുക. അടുത്ത ടൈം ഫാക്ടർ. Time factor is equal to number of days canal practically kept open divided by number of days canal was designed to keep open. Actually എത്ര ദിവസമാണ് കനാൽ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിവൈഡ് ബൈ എത്ര ദിവസമാണ് അത് ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന എത്ര ദിവസമാണ് ആക്ച്വലി അത് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അതാണ് ടൈം ഫാക്ടർ എന്ന് പറയുന്നത്, ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ 30. ഇത്ര ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. crop period, base period. അങ്ങോട്ടേക്ക് പൊക്കി അങ്ങോട്ട് ചെല്ലി ഉണ്ടെങ്കിൽ ക്ലാസ് എടുക്കുക. ഇതാണ് ഗ്രോസ് കമാൻഡ് ഏരിയ. അവിടെ വരെ നമ്മൾ എന്ത് ചെയ്തു. ഓക്കെ, ഇനി നമ്മള് ക്രോപ്പ് സീസൺസിനെ നമ്മള് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്.
കാരിഫ് സീസൺ, റാബി സീസൺ, പെർനൽ ക്രോപ്പ് സീസൺ ആൻഡ് 8-month ക്രോപ്പ് സീസൺ എന്നാണ് നമ്മൾ പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ 4 സീസൺസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? കാരിഫ് സീസൺ, റാബി സീസൺ, പെർണിയൽ സീസൺ, 8-month ക്രോപ്പ് സീസൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് കാരിഫ് സീസൺ. കാരിഫ് സീസൺ നമ്മൾ പറയുന്നത് മൺസൂൺ ക്രോപ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരിഫ് സീസണിലുള്ള ക്രോപ്സിനെ മൺസൂൺ ക്രോപ്സ് എന്നാണ് പറയുന്നത്. അത് വിടുന്നത്, സോയ് ചെയ്യുന്നത് ഏപ്രിൽ മാസവും ഹാർവസ്റ്റ് ചെയ്യുന്നത് എൻഡ് ഓഫ് സെപ്റ്റംബറും ആയിരിക്കും. ഗ്രൗണ്ട് നട്ട്, റൈസ്, മെയ്സ് ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. അടുത്താണ് റാബി സീസൺ. സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട്. റാബി സീസൺ വിന്റർ ക്രോപ്സ് എന്നാണ് പറയുന്നത്. സോ ചെയ്യുന്നത് ഒക്ടോബറിലും ഹാർവസ്റ്റ് ചെയ്യുന്നത് ഫെബ്രുവരി മന്തിലും ആയിരിക്കും. വീറ്റ്, പൊട്ടറ്റോസ് അതെല്ലാം ആണ് റാബി സീസണിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പെറനിയൽ സീസൺ ആണ്. അതായത് ക്രോപ്സ് എ ഫുൾ ഇയർ ഫോർ മെച്യൂരിറ്റി. അതായത് ഒരു വർഷം മൊത്തം അതിന് ആവശ്യമാണ്, അതിന്റെ ആവശ്യമായിട്ടുള്ളത്. അതായത് കാരിഫ് സീസൺ, അതായത് ഫുൾ സീസൺ, അതായത് ഒരു വർഷം മൊത്തം വേണം ആ ചെടി. അതായത് നമ്മുടെ ഷുഗർ കെയിൻ പോലത്തെ ഉള്ള ക്രോപ്സ് ഒക്കെയാണ് പെറനിയൽ സീസൺ ക്രോപ്സ്. അങ്ങോട്ട് ചില എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പെറനിയൽ സീസൺ ക്രോപ്സ് എന്ന് പറഞ്ഞപ്പോ അതിനാണ് പെർണിയൽ സീസൺ ക്രോപ്സ് എന്ന് പറഞ്ഞത്. അതായത് ഒരു വർഷം ഫുൾ വേണം അതിന് വളരാൻ വേണ്ടി. ഷുഗർ കെയിൻ അതിനൊരു എക്സാമ്പിൾ ആണ്. അടുത്താണ് 8-month ക്രോപ്പ് എന്ന് പറയുന്നത്. അതായത് 8 മാസം മതി, അതിന്റെ മെച്യൂരിറ്റിക്ക് 8 മാസം മതി. എക്സാമ്പിള് കോട്ടൺ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചെന്നുള്ള കാര്യം. ക്രോപ്സിന്റെ അതൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഇനി നമ്മൾ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റീസ് ഓഫ് സോയിൽ അത് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ സോയിൽ വാട്ടർ നമ്മൾ മെയിൻ ആയിട്ട് 3 ക്ലാസിഫൈ ചെയ്യുകയാണ്. ഗ്രാവിറ്റേഷണൽ വാട്ടർ, കാപ്പിലറി വാട്ടർ, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷൻ വാട്ടർ പടത്തിൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഗ്രാവിറ്റേഷൻ വാട്ടർ എന്താന്ന് നമുക്ക് മനസ്സിലാവും. ഗ്രാവിറ്റി വഴി ട്രെയിൻ ചെയ്ത് പോകുന്ന. കാപ്പിലറി വാട്ടർ ആണ് ചെടികൾക്ക് കിട്ടുന്ന ഇതെന്ന് പറഞ്ഞാൽ കാപ്പിലറി വാട്ടർ ആണ്. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് വെച്ചാൽ ഓരോ സോയിലിനും ചുറ്റും ഒരു തിൻ ഫിലിം പോലെയുണ്ട്. ആ വെള്ളം ചെടികൾക്ക് കിട്ടത്തില്ല. അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിന്റും പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റും സംഭവിക്കുന്ന ആ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ഉള്ളപ്പോഴാണ് അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിന്റും പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റും സംഭവിക്കുന്നത്. അതായത് ചെടികൾക്ക് ഒട്ടും കിട്ടാതെ വരിക. ഇനി പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് അടുത്ത് നമ്മളിപ്പോ ഇത് ആ പടം തന്നെയാണ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഫീൽഡ് കപ്പാസിറ്റി, സാച്ചുറേഷൻ കപ്പാസിറ്റി എന്താ, ഫീൽഡ് കപ്പാസിറ്റി എന്താണ്, പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്താ, ടെമ്പററി വിൽറ്റിംഗ് പോയിന്റിലാണ് ഒരു ചെടി ക്ഷീണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെടിയെ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ തന്നെ നമ്മളൊരു തണുത്തുള്ള സ്ഥലത്തേക്കോ അല്ലെങ്കിൽ നൈറ്റ് പ്ലേസിലേക്കോ നമ്മൾ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ആ ചെടി അത് തിരിച്ച് അതിന്റെ എനർജി റീഗെയിൻ ചെയ്യുന്നത് ടെമ്പററി വിൽറ്റിംഗ് പോയിന്റ് ഉള്ളപ്പോഴായിരിക്കും. ഓക്കെ, എന്താണ് പിന്നെ നമ്മൾ പഠിച്ചു അവൈലബിൾ മോയ്സ്ചർ എന്താണെന്നുള്ളത് പഠിച്ചു. റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ ചെടികൾക്ക് ഈസിലി ആയിട്ട് അബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന വെള്ളത്തിനെയാണ് റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചു. അടുത്ത വാട്ടർ റിക്വയർമെന്റ് ഓഫ് ക്രോപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതായത് അത് അതായത് ഒരു ചെടിക്ക് അത് നടുന്ന തൊട്ട് ഹാർവസ്റ്റ് ചെയ്യുന്ന സമയം വരെ എന്തോരം വെള്ളമാണ് അത് ഉപയോഗിക്കുന്നത്. അതിനെയാണ് വാട്ടർ റിക്വയർമെന്റ് എന്ന്. ഓരോ ചെടിക്കും ഡിഫറെന്റ് ആണ്, ഓരോ പ്ലേസിലും അത് ഡിഫറെന്റ് ആയിരിക്കും. ചെടി നടുന്നോട്ട് ഹാർവസ്റ്റ് ചെയ്യുന്ന വരെയുള്ള സമയത്തുള്ള വാട്ടർ റിക്വയർമെന്റ് അത് പല ഫാക്ടേഴ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ നമ്മൾ പറഞ്ഞു. ഏതിനൊക്കെയാണ്? വാട്ടർ ടേബിൾ, ക്ലൈമറ്റ്, ഗ്രൗണ്ട് സ്ലോപ്പ്, ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ, ടൈപ്പ് ഓഫ് സോയിൽ, മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ, മെത്തേഡ് ഓഫ് ഹവിങ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ക്രോപ്പ് പീരീഡ് എന്ന് വെച്ചാൽ അത് പറഞ്ഞു അതൊരു സമയമാണ്. എത്ര നാള് ഒരു ചെടി അതായത് നടുന്നത് തൊട്ട് ഹാർവസ്റ്റ് ചെയ്യുന്ന സമയം വരെ എത്ര നാള് ഫീൽഡിൽ ഉണ്ടാകും, അതാണ് ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബി ആണ്. നമ്മൾ ഡേയ്സ്, നമ്പർ ഓഫ് ഡേയ്സിലായിരിക്കും നമുക്കത് തന്നിട്ടുള്ളത്. അതായത് ആ ഫസ്റ്റ് വാട്ടറിങ് തൊട്ട് അത് മെച്യൂരിറ്റി ആവുന്നതിന് വരെയുള്ള ലാസ്റ്റ് വാട്ടറിങ് വരെയുള്ള ആ സമയം, ഫസ്റ്റ് വാട്ടറിങ് തൊട്ട് അത് മെച്യൂർ ആവുന്ന വരെയുള്ള ലാസ്റ്റ് സമയം, അതിനെയാണ് നമ്മൾ പറയാ ബേസ് പീരീഡ് എന്ന് പറയാ. അടുത്ത ഡെൽറ്റ നമ്മൾ സെന്റിമീറ്ററിൽ, അത് ഡെപ്ത് ഓഫ് വാട്ടർ ആണ്. അതായത് നമ്മൾ എന്തോരം വെള്ളമാണ് ഒരു ക്രോപ്പിന് നമ്മൾ അത് വളരെ ചെറുതാകുന്ന തൊട്ട് വളരെ നമ്മൾ എന്തോരം വെള്ളം അതിന് കൊടുത്തു, അതായത് അതിനകത്ത് വെള്ളം ലോസ് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ എന്ത് സംഭവിക്കുക? തിക്ക് ലെയർ ആയിട്ട് ആ വെള്ളത്തിന് ഒരു തിക്ക് ലെയർ ആയിരിക്കും ഫോം ചെയ്യുക. ആ ഡെപ്ത് ഓഫ് വാട്ടറിനാണ് പറയാ ഡെൽറ്റ എന്ന് പറയുന്നത്. സെന്റിമീറ്ററിലായിരിക്കും.
അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അടുത്ത ഡെൽറ്റയുടെ അത് കാരിഫ് ക്രോപ്പിനും റാബി ക്രോപ്സിനകത്തൊക്കെ ഡിഫറെന്റ് ആണ്. കാരിഫ് സീസൺ ക്രോപ്സിൽ റാബി സീസൺ ക്രോപ്സിൽ ഡെൽറ്റയുടെ ഇതിന്റെ വാല്യൂസ് ഒക്കെ ഡിഫറെന്റ് ആണ്. റൈസിന് 125 ആണ്, മെയ്സ് 45 സെന്റിമീറ്റർ, ഗ്രൗണ്ട് നട്ട് 30 സെന്റിമീറ്റർ, മില്ലറ്റ് 30 സെന്റിമീറ്റർ ആണ്. റാബി ക്രോപ്സിന്റെ വീറ്റ് 40 സെന്റിമീറ്റർ ആണ്, മസ്റ്റാർഡിന് 45 സെന്റിമീറ്റർ, ഗ്രാം 30 സെന്റിമീറ്റർ, പൊട്ടറ്റോ 75 സെന്റിമീറ്റർ. അടുത്ത് നമ്മൾ പറയുന്ന ഡ്യൂട്ടി ആണ്. എത്ര ഹെക്ടേഴ്സ് പെർ ക്യൂമിക്സ് എന്നാണ് പറയുന്നത്. അതായത് എത്ര ഹെക്ടേഴ്സ് നമ്മൾ 1 ക്യൂമിക് എന്ന് പറയുന്ന റേറ്റിൽ എത്ര ഹെക്ടേഴ്സ് നമുക്ക് റേറ്റ് നമ്മൾ ഇറിഗേറ്റ് ചെയ്യാം, അതിനെയാണ് പറഞ്ഞ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിനകത്ത് ഡ്യൂട്ടി റൈസിന് ഡ്യൂട്ടി 900 ആണ്, വീറ്റിന്റെ 1800 ആണ്, കോട്ടന്റെ 1400 ആണ്, ഷുഗർ കെയിന്റെ 800 ആണ്. വേണമെങ്കിൽ ഇത് പറയാം. അതായത് ഡ്യൂട്ടി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡ്യൂട്ടിയെ എഫക്ട് ചെയ്യുന്നത്? സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ്, ക്ലൈമാറ്റിക് കണ്ടീഷൻ, റെയിൻഫാൾ, ബേസ് പീരീഡ്, ടൈപ്പ് ഓഫ് ക്രോപ്പ്, ടോപ്പോഗ്രഫി ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്, മെത്തഡ് ഓഫ് പ്ലവിംഗ്, മെത്തഡ് ഓഫ് ഇറിഗേഷൻ, വാട്ടർ ടാക്സ്, ക്വാളിറ്റി ഓഫ് വാട്ടർ, കനാൽ കണ്ടീഷൻ, സിസ്റ്റം ഓഫ് ഇറിഗേഷൻ. അതായത് ഡ്യൂട്ടി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് സ്കോഴ്സ് സോയിൽ, കനാലിന്റെ ബെഡ് ഭയങ്കര പോറസ് ആണ് നമുക്കറിയാം. കുറച്ച് അതായത് നമ്മുടെ ഉദ്ദേശിച്ച വെള്ളം കൊണ്ട് കൂടുതൽ ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇവിടെ സോയിൽ നിന്ന് അപ്പൊ തന്നെ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോവുക. അപ്പൊ നമ്മൾ 1 ക്യൂമിക് എന്നുള്ള റേറ്റിൽ നമുക്ക് ഒരുപാട് ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ സോയിൽ പോറസ് ആണെങ്കിൽ ഡ്യൂട്ടി എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ക്ലൈമാറ്റിക് കണ്ടീഷൻ, അതായത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടുതലാണ്. ഒരുപാട് ടെമ്പറേച്ചർ ആണെങ്കിൽ ഇവാപറേഷൻ ഒത്തിരി നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ 1 ക്യൂമിക് എന്ന് പറഞ്ഞ റേറ്റിൽ നമുക്ക് ഒരുപാട് ഹെക്ടേഴ്സ് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ അവിടെ ഡ്യൂട്ടി കുറവായിരിക്കും. അപ്പൊ ഒരു ഏരിയയിൽ ഒരുപാട് മഴയുണ്ടെങ്കിൽ എന്താ, നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെള്ളം മതി ഓൾറെഡി അല്ലെ. നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്തേക്കാളും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാൻ നമുക്ക് ഒരുപാട് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. ഇനി ടൈപ്പ് ഓഫ് ക്രോപ്പ്, അതായത് പല ക്രോപ്സിനും പല രീതിയിലായിരിക്കും. ഇനി ഒരു സ്ലൈറ്റ് സ്ലോപ്പ് ആണെങ്കിൽ, അതായത് ഡ്യൂട്ടി വിൽ ബി ഹൈ ആസ് വാട്ടർ ആസ് സ്ലോപ്പ് ഇൻക്രീസ്. അതായത് സ്ലോപ്പ് അത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് കുറെ ഏരിയ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ സ്ലോപ്ഡ് ആയിട്ടുള്ള എന്താ, ഒരുപാട് വേസ്റ്റ് വാട്ടറിൽ കുറെ വേസ്റ്റേജ് ആയിരിക്കും സംഭവിക്കുന്നത്. മെത്തേഡ് ഓഫ് പ്ലവിംഗ്, അതായത് ഡീപ് പ്ലവിംഗ് ബൈ ട്രാക്ടർ റിക്വസ്റ്റ് ലെസ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, ഡ്യൂട്ടി ഈസ് ഹൈ. അതായത് നമുക്ക് ഡീപ് പ്ലവിംഗ് ട്രാക്ടർ ഒക്കെ വെച്ച് നന്നായി ഡീപ്പായിട്ട് പ്ലവിംഗ് നടത്തുവാണെങ്കിൽ മോയ്സ്ചർ എപ്പോഴും അതിനകത്ത് ഹോൾഡ് ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ ഏരിയ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. മെത്തേഡ് ഓഫ് ഇറിഗേഷൻ, പെർനിയൽ ഇറിഗേഷൻ സിസ്റ്റത്തിനായിരിക്കും കൂടുതൽ നമുക്ക് ഡ്യൂട്ടി എന്ന് പറയുന്നത്. വാട്ടർ ടാക്സ്, നമ്മൾ വാട്ടറിനൊക്കെ നമ്മൾ ടാക്സ് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം നമ്മൾ വെറുതെ യൂസ് ചെയ്യില്ല. നമ്മൾ ഉള്ള വെള്ളം വെച്ച് മാക്സിമം ഏരിയ നമ്മൾ കവർ ചെയ്യുന്നു. വാട്ടറിന്റെ ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റി ആണെങ്കിൽ കൂടുതൽ നമ്മൾ, അത് ക്വാളിറ്റി കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഏരിയ ആണ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി വെള്ളമാണെങ്കിൽ നമുക്ക് കൂടുതൽ ഏരിയ ചെയ്യാൻ സാധിക്കുന്നു. കനാൽ കണ്ടീഷൻസ്, എർത്തൻ കനാൽ ആണെങ്കിൽ ലോ ഡ്യൂട്ടി, അതായത് ഒരുപാട് അവിടുത്തെ ഇതായി പോകും, ലീക്കേജ് സംഭവിക്കുമ്പോൾ കുറച്ച് വാട്ടർ വെച്ച് 1 ക്യൂമിക് എന്നുള്ള റേറ്റിൽ വാട്ടർ വെച്ച് നമുക്ക് കുറച്ച് ഏരിയ ആണ് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ലൈൻഡ് കനാലിന് നമുക്ക് ഡ്യൂട്ടി കൂടുതലായിരിക്കും. അടുത്ത നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ ഇക്വേഷൻ ആണ്, ഡ്യൂട്ടിയും ബേസും ഡെൽറ്റയും തമ്മിലുള്ള ഇക്വേഷൻ ആണ്. ഡെൽറ്റ ഇസിക്വൽ 8.64 ബി ബൈ ഡി. ബി എന്താണ്, ഡി എന്താണ്, ഡെൽറ്റ എന്താണ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഗ്രോസ് കമാൻഡ് ഏരിയ എന്താ, കൾട്ടിവേറ്റർ കമാൻഡ് ഏരിയ എന്താ എന്നുള്ള നമ്മൾ കാര്യം പറഞ്ഞു. ഇവിടം വരെയാണ് കേട്ടോ പറഞ്ഞത്. ഇവിടം വരെ മനസ്സിലായിരുന്നോ? മനസ്സിലായി. മിസ്, ഡെൽറ്റ എക്സ്പ്രസ് ചെയ്യുന്നത് സെന്റിമീറ്ററിലല്ലേ? അതെ അതെ. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ എടുക്കേണ്ടത് മീറ്ററിലാണോ? ആ ഇക്വേഷനിൽ അതെ അതെ, മീറ്ററിലാണ് നമ്മൾ എടുക്കണേ. ഓക്കെ മിസ്. നമുക്ക് അതിന്റെ പ്രോബ്ലം തരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ പ്രോബ്ലം നിങ്ങൾക്ക് തരാം. സിമ്പിൾ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലം ആണ് അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്, അത് തരാം. ഇത് തീരെ ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ കുറച്ച് സ്പീഡിലും കൂടെ പോയിന്നുള്ളൂ. കാരണം കിരൺ മിസ് ഇത്ര ദിവസം തന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് വേഗം പോർഷൻ തീർക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാട്ടോ നല്ല സ്പീഡിൽ ഇങ്ങ് പോണത്. നിങ്ങൾ ഹൈഡ്രോഗ്രാഫിന്റെ അത് നോക്കിയായിരുന്നോ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് നോക്കിയായിരുന്നോ? അത് നോക്കണം കേട്ടോ, എല്ലാരും അത് നോക്കണേ. ഹൈഡ്രോഗ്രാഫ് അതിന്റെ നോട്ട്സ് ഞാനൊരു കാര്യം ചെയ്യാം, കിരൺ മിസ്സിനെ സെൻഡ് ചെയ്തിട്ടുണ്ട്. കിരൺ മിസ് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ.
ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.